ആദാമിൽ ഒരു ജീവനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ട് നമുക്ക് ക്ലാസ് കടന്നേക്കാം. രണ്ടു തരം വിത്തുകൾ നമ്മുടെ അകത്തുണ്ട്, രണ്ടു തരം സീഡുകൾ ദൈവം നമ്മുടെ അകത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അത് ദൈവ ജീവനാണ്, ഒന്ന് മറ്റേ ദേഹി ജീവനുമാണ്. രണ്ടു തരം വിത്തുകൾ ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഏതാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നത്. രണ്ട് വിത്തിനകത്തും സകലതും ആ വിത്തിനകത്ത്, ആ വിത്തിൻ്റെ സകല ഗുണങ്ങളും ആ വിത്തിനകത്തുണ്ട്. എവിടെ നിന്നാണോ ആ വിത്ത് വന്നിരിക്കുന്നത് അല്ലേ. ഈ യോഹന്നാൻ ലേഖനം പഠിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ വിത്ത് നിങ്ങൾ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ആ നമ്മുടെ അകത്ത് ഏത് ജീവൻ്റെ വിത്താണോ ഇരിക്കുന്നത്, നമ്മൾ ഏത് ജീവനെയാണോ ഓപ്പറേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഫലമായിരിക്കും നമ്മൾ പുറത്തേക്ക് വെളിപ്പെട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ ഏതാണെങ്കിലും, ദൈവജീവനാണെങ്കിലും അത് അല്ലെങ്കിൽ നമ്മുടെ ദേഹി ജീവനൊക്കെ ആണെങ്കിൽ ഏതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. നമ്മൾ നീ വിതക്കുന്നത് ചത്തില്ല എങ്കിൽ നീ ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. നമ്മുടെ അകത്ത് ഒരു ദേഹി ജീവൻ, നമ്മുടെ സ്വയത്തിലെ ജീവൻ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വിതക്കുവാനുള്ളതാണ്, അത് പരിപാലിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഈ ആയുസ്സിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വന്തം ജീവൻ, ദേഹി ജീവൻ എന്ന് പറയുന്ന നമ്മുടെ സുഖേ ജീവൻ, അത് സത്യത്തിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ. ഈ യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ ആദമിൽ നിന്ന് എല്ലാവരും വിളിച്ചു വരുത്തുമ്പോൾ, എല്ലാവരെയും ആദമിൽ നിന്ന് വിളിച്ചു വരുത്തുമ്പോൾ, ലോകത്തിലേക്ക് വിളിച്ചിറക്കുമ്പോൾ ആ സുഖേ ദേഹി ജീവൻ കൊടുത്താണ് എല്ലാവരെയും ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ ആ സത്യത്തിൽ ആ ജീവന് വേണ്ടിയല്ല ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ജീവൻ സത്യത്തിൽ വിതക്കാൻ വേണ്ടി തന്ന ജീവനാണ്. കഴിഞ്ഞ ആഴ്ച ആഴമായി പഠിച്ചത് നമ്മൾ 2 ആഴ്ച പഠിച്ച പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നമുക്ക് ആദമിലൂടെ കിട്ടുന്ന ജീവൻ എന്ന് പറയുന്നത്, ദേഹി ജീവൻ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നതാ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷേ ആ സത്യത്തിൽ ആ ജീവൻ ഒരു വിത്താ. ആ വിത്ത് നീ വിതച്ചതല്ലേ, അത് ചത്തില്ല എങ്കിൽ വെറുതെ ഇരിക്കും ആ ജീവനെ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. അത് നരകത്തിൽ അത് ദേഹി ജീവനാ, അത് ആദമന ജീവനാ, അത് നരകത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ആ ജീവൻ വിതച്ചാൽ മറ്റൊരു ജീവൻ പൊങ്ങി വരും. കഴിച്ച് നാം പഠിച്ചതാ. ഈ സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് സാത്താനല്ല. ദൈവത്തിൻ്റെ ശത്രു സാത്താൻ ദൈവത്തിൻ്റെ ശത്രുവേ അല്ല. അവൻ്റെ കയ്യിലൊരു സൃഷ്ടിപ്പിൽ പോലെ കളിപ്പാട്ടെന്നൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ. പോകാൻ പറഞ്ഞാൽ ഒറ്റ ശ്വാസത്തിലാണ് ഒടുക്കളയുന്നത്. അപ്പോൾ പിന്നെ നമുക്കറിയാം ആ ദൈവത്തിന് മുമ്പിൽ ഇവൻ ശത്രുവേ അല്ല. ഒരു ശ്വാസം മതി, ശ്വാസം പോലും വേണ്ടതാ അല്ലേ. അത്രയേ ഉള്ളൂ പിശാചിന്, ദൈവത്തിൻ്റെ കയ്യിൽ പിശാചിരിക്കുന്നത്. ദൈവത്തിന് ശത്രു പിശാചല്ല, മനുഷ്യൻ തന്നെയാണ്. നമ്മളാണ് ദൈവത്തിന് ശത്രുവായി മാറുന്നത്. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത് നമ്മളെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ദൈവം തന്ന ദൈവജീവൻ, ആ ജീവനെ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരം നമ്മുടെ സ്വന്തം ജീവനെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്വയത്തിൻ്റെ ശക്തി കൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട്, നമ്മുടെ മോഹങ്ങൾ കൊണ്ട് നമ്മളതിനെ മറച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച പഠിച്ചത് നമ്മൾ. അപ്പോൾ പലപ്പോഴും ദൈവ ഇഷ്ടം നിവർത്തിക്കാൻ കഴിയാതിരിക്കുന്നത് നാം തന്നെ ദൈവത്തിൻ്റെ ശത്രുവായി മാറിയിരിക്കുക. അതുകൊണ്ടാണ് ദൈവ കുഞ്ഞുങ്ങൾ ഇത്രമാത്രം ശിക്ഷയ്ക്ക് പാത്രമാകുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ മുതൽ പറയുന്നത് അല്ലേ. 80% നരകത്തിലെ ആഴങ്ങളിലേക്ക് പോകാൻ പോകുന്നതൊക്കെ ആരാണെന്നൊക്കെ ഈ വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ദൈവത്തിന് ശത്രു പിശാചല്ല, നമ്മൾ തന്നെയാണ്. ദൈവം നമ്മളെ വിളിച്ച് ആ ദൈവത്തിൻ്റെ വിത്ത് അവനിലിരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ അകത്ത് അല്ലെങ്കിൽ ദൈവജീവൻ തന്നിട്ട് അത് റിലീസ് ചെയ്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം അത് പുറത്തേക്ക് വരണമെങ്കിൽ അതിനിപ്പുറത്ത് വേറൊരു ആത്മാവ്, പിന്നെ ദേഹി, പിന്നെ ദേഹം, പിന്നെയാണ് ലോകത്തിലേക്ക് പോകുന്നത് അല്ലേ. ഈ ആത്മാവിൽ വന്ന ദൈവജീവൻ ദേഹി നമ്മുടെ സ്വയം ശക്തി കൊണ്ട് മറച്ചു വെച്ചിരിക്കുക, കരിങ്കല്ല് പോലെ മറച്ചു വെച്ചിരിക്കുക. അവിടെ രാജാവായ ആരാ വാഴുന്നത്? നമ്മൾ ഓരോരുത്തരും വാഴുന്നത് അല്ലേ. ഒരിക്കലും നമ്മൾ ആ ഭാഗത്തേക്ക് ദൈവജീവൻ അടുക്കുവാൻ സമ്മതിക്കത്തില്ല നമ്മൾ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ, തുടക്കം തന്നെ പറയുക, തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്. കാരണം ഇതാണ് സത്യത്തിൽ നമ്മളെ മറച്ചു കളയും. ദൈവജീവനെ, അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തെ, അല്ലേ ദൈവത്തിൻ്റെ ഹിതത്തെ, എന്തുമാകട്ടെ, ഇതിനെല്ലാം മറച്ചു കളയുന്നത് നമ്മുടെ സ്വന്തം മോഹങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിനൊരു ദൈവം വെച്ചിരിക്കുന്ന മാർഗം, നീ നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടതാ, വിട്ടുപോകുക. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്നിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്, തൻ്റെ ജീവനെ, നമ്മുടെ ജീവനല്ലേ, സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഏതിനെയാ? നിത്യജീവനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകച്ചു കളയുന്നവൻ, നശിപ്പിച്ചു കളയുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ ഈ നമ്മുടെ ദൈവം നമ്മുടെ സുഖേ ജീവൻ, ദേഹി ജീവൻ, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എല്ലാം അതിൽ പെടും അല്ലേ. അതിനെ നാം വിതക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുക.
ആദമിന് ദൈവം സൂഖ്യ ജീവൻ കൊടുക്കുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുമ്പോൾ ആ ജീവൻ സത്യത്തിൽ ദൈവത്തിന്റെ ജീവന് വേണ്ടി വിതയ്ക്കണം. ഞാൻ പറഞ്ഞ ആഴം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ദൈവത്തിന്റെ ജീവന് വേണ്ടി വിതയ്ക്കുമ്പോൾ മാത്രമേ ആ ദൈവജീവൻ നമ്മുടെ അകത്ത് വർദ്ധിക്കുകയുള്ളൂ. അകത്ത് വന്ന ദൈവജീവൻ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഒഴുകത്തേയുള്ളൂ. അതിനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. ആത്മാവിൽ വന്ന ദൈവജീവനെ കൊണ്ട് നമ്മൾ മൗനമായിരുന്ന് ദേഹി ഇങ്ങനെ പ്രബലപ്പെട്ട് ദേഹി വളർന്നാലുണ്ടല്ലോ, അകത്ത് വന്ന ദൈവജീവൻ ചുരുങ്ങി അവസാനം നഷ്ടമായി പോകും. അത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്ന ദൈവജീവൻ രക്ഷിക്കപ്പെട്ടാൽ നേരെ സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക കർത്താവ്. ഒന്നുമില്ല. നമ്മൾ ദൈവം തന്നിട്ട് നമ്മുടെ മുമ്പ് ജഡവും വെച്ചും ആത്മാവിനും വെച്ചും ഏതിനു വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക എവിടെ? അല്ലേ സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് ഈ ജീവനെക്കുറിച്ച് വളരെ അത്യാവശ്യമായി ചിന്തിക്കണം, ആഴത്തിൽ പഠിക്കണം. ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണത്. കാരണം അനേകരും സ്വന്തം മോഹങ്ങൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ മറച്ചത് സാത്താനൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. സത്യത്തിൽ ഈ മത്തായി സുവിശേഷ ഭാഗം 13-ാം അധ്യായം 40-ാം വാക്യം പഠിക്കുമ്പോൾ വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി എന്ന് പറഞ്ഞു അല്ലേ? ഒരുത്തൻ കണ്ടു, വിറ്റു, വാങ്ങി. എന്നിട്ട് അതുകൊണ്ട് ഒരുത്തൻ കണ്ടു, മറച്ചിട്ടു അല്ലേ? ഒരുത്തൻ കണ്ടു അല്ല അങ്ങനെ 13-40 വാക്യം ഓർമ്മ ശരിയാണെങ്കിൽ മത്തായി 13-40. ഒരുത്തൻ വയലിൽ കൂടി നടന്നു പോയപ്പോൾ ഒരു വലിയ നിധി കണ്ടു. അവനൊരു പണി ചെയ്തു. അവൻ ആ തൽക്കാലം ഒന്ന് അങ്ങോട്ട് കണ്ടവൻ, എന്നിട്ട് അവൻ അങ്ങോട്ട് മൂടിയിട്ടു, മറച്ചങ്ങ് വെച്ചു. എന്നിട്ട് വീട്ടിൽ പോയി വിറ്റുപറക്കി വാങ്ങി. ശരി തന്നെയാ. പക്ഷെ പലപ്പോഴും നമ്മളും മറച്ചിടുകയാ. അകത്ത് വന്ന ദൈവജീവനും നിത്യജീവനും നമ്മൾ മറച്ചിടുകയാ നമ്മളെ മോഹം കൊണ്ട്. ആർക്കും കൊടുക്കത്തുമില്ല. അതാണ് പറ്റല്ലേ? ഒരാളോട് സുവിശേഷം പറയത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ മറച്ചു വെച്ചിരിക്കുകയല്ലേ. ആത്മാവിൽ ജൈവജീവൻ റിലീസ് ചെയ്യപ്പെടാത്തോളം കാലം നമുക്ക് ഒരിക്കലും ആരോട് സുവിശേഷം പറഞ്ഞിട്ട് കാര്യവുമില്ല. നമുക്ക് മടുപ്പാവും. കാരണം പറഞ്ഞാൽ ആരും കേൾക്കത്തുമില്ല. ഈ അല്ലേ, നമ്മൾ എത്രയോ പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് മടുപ്പ് തോന്നും. സത്യത്തിൽ അവരുടെ മിസ്റ്റേക്ക് അല്ലത്. നമ്മൾ സുവിശേഷം പറയാറുണ്ട് ചിലരോടൊക്കെ അല്ലേ, പറഞ്ഞ് വന്നിട്ട് അവസാനം നമുക്ക് പറയും ഇവർ കേൾക്കുന്നില്ല, ഇവനൊക്കെ എന്ത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും പരാതിപ്പെടും. എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സത്യത്തിൽ അവരുടെ മിസ്റ്റേക്ക് അല്ല. എൻ്റെ അകത്ത് വന്ന ദൈവജീവൻ റിലീസ് ചെയ്യത്തിടത്തോളം കാലം ആ എന്താ പറയുക, ഉത്സവത്തിന്റെ ഒടുക്കദിനമായ അല്ലേ, തിരുവെടുത്ത് പറഞ്ഞ പോലെ ജീവജലനദി ഒഴുകിയാൽ അത് പോകുന്നിടത്തൊക്കെ ജീവൻ വെക്കും. അല്ലേ സഹോദരങ്ങളെ? വെളിപ്പാട് പുസ്തകം 21-2-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനത്തിൽ നിന്ന് ജീവന്റെ നദി ഒഴുകുകയാ. എസെക്കിയേൽ പ്രവാചകൻ പറയുമ്പോൾ കിഴക്കോട്ട് ഒഴുകുക ജീവന നദി. ആ ഒഴുക്കൊഴുകിയതുകൊണ്ടാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ സത്യത്തിൽ സുവിശേഷം പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കാത്തതിന് ഒരു പരിധി വരെ, എല്ലാം ഞാൻ പറയത്തില്ല, എല്ലാം സത്യമൊന്നുമല്ലേ പറയുന്നത്, ഒരു പരിധി വരെ നമ്മുടെ അകത്ത് റിലീസ് ചെയ്ത് നമ്മുടെ അകത്തുള്ള ദൈവജീവനെ പുറത്തേക്ക് ഇട്ടാൽ അനുവദിച്ചാൽ തീർച്ചയായും ജനങ്ങൾ ഒരു പരിധി വരെ, എല്ലാം ഞാൻ പറയത്തില്ല, എല്ലാമല്ല, വ്യത്യസ്തമായ ഘടകങ്ങൾ വേറെയുണ്ട്, എല്ലാം ഒന്നുമില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് അവരെ നേടാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ദേഹീജീവൻ, നമ്മുടെ സ്വയം, നമ്മുടെ ഇഷ്ടങ്ങൾ, ദേഹീജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ലെവലല്ലേ, എല്ലാം നമ്മുടേത്. എൻ്റെ വീട്, എൻ്റെ കാർ എന്നൊക്കെ പറഞ്ഞത് എല്ലാം എൻ്റേത്. കർത്താവിന് വേണ്ടി തകർക്കുമ്പോഴാണ് അകത്ത് വന്ന ദൈവജീവൻ പുറത്തേക്ക് റിലീസ് ആവുന്നത്. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല. അങ്ങനെ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തത് കൊണ്ടാണ് ഈ കാണുന്ന ഗോതമ്പ് മണി മുഴുവൻ ലോകത്തുണ്ടായത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗോതമ്പുകൾ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഗോതമ്പുകൾ ഉണ്ടാകാൻ കാരണം, ഈ മരങ്ങൾ ഉണ്ടാകാൻ കാരണം ഒരു മണി ചത്തത് കൊണ്ടാ. ചത്തില്ലെങ്കിൽ എന്താ? യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റും? ഒരു രക്ഷയുമില്ല. നമ്മളൊക്കെ സ്വയത്തിൽ ജീവിച്ച് നരകത്തിന്റെ ആളുകളായി തീർന്നു പോയനെ. പക്ഷെ ഒരു ഗോതമ്പ് മണി, അവൻ ഇവിടെ പറയും ആമേനാമൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും അല്ലേ? എന്നിട്ടാണ് ആ മർമ്മം പറയുന്നത്, തൻ്റെ ജീവനെ നമ്മുടെ ജീവനെ അവൻ്റെ ജീവന് വേണ്ടി തകർക്കണം. ഇവിടെയാണ് ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത്. ഇവിടെയാണ് മിനിസ്ട്രിയിലെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഇവിടെയാ. ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മിനിസ്ട്രി ചെയ്യാൻ കഴിയില്ല സഹോദരങ്ങളെ. പെർഫോമൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറി നമ്മുടെ ടാലന്റുകൾ, നമ്മുടെ കഴിവുകൾ, വാക്ചാതുര്യങ്ങൾ നമുക്ക് പെർഫോമൻസ് കാണിക്കാൻ കഴിയും. പക്ഷെ ജീവൻ ഒഴുകത്തില്ല. ജീവനും ആത്മാവും ഒഴുകണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഈ ഒരു സാധനം കർത്താവ് മരിച്ചു, അവൻ ഗോതമ്പ് മണിയായിരുന്നു, അവൻ മരിച്ചു. അനേക ഗോതമ്പ് മണികളല്ല, അനേക തൈകളാണ് നമ്മൾ അല്ലേ? ഈ കാണുന്നത് തൈയില്ലേ? ഈ ഒരു തൈ സത്യത്തിൽ കർത്താവ് മരിച്ചപ്പോൾ അതിലൊരു തൈയായി മാറുകയാണ്. തൈ മാത്രമല്ലല്ലോ, ഒരു സമയപരിധി ആകുമ്പോൾ അതുമേ മണികളുണ്ടാകും, ഫലങ്ങളുണ്ടാകും, അത് വിത്തുകളായി മാറ്റപ്പെടും.
ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം. ഇതെല്ലാം ആരംഭിച്ചത് ഒരു ജീവനെ തകർത്ത് കളഞ്ഞത് കൊണ്ടാണ്. യേശുവെന്ന അവൻ്റെ ദൈവം കൊടുത്ത് ജീവിക്കാൻ കൊടുത്ത ജീവനെ തകർത്തിട്ട് ആ ദൈവജീവനെ പുറത്തേക്ക് ഇട്ടതുകൊണ്ട് ആ ജീവന എന്നെ നിങ്ങൾ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ആ ജീവനെ ഞാൻ മറച്ചു വെച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് പ്രസംഗിച്ചപ്പോഴും അല്ലേ എന്താ പറഞ്ഞത്, വെട്ടിക്കളയും എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. വേദവസം പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവജീവനെ തരാൻ കാരണം ഒരുവൻ ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനെ തകർക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, തൻ്റെ ഏകജാതനായ പുത്രൻ തകർക്കേണ്ടി വന്നിട്ട് നമ്മൾ ആ ജീവനും പ്രാപിച്ചിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ കർത്താവ് ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ പറയും കുഴപ്പമില്ല, ചിരിക്കുമ്പോൾ കർത്താവ് കൂടെ ചിരിച്ചോളും, കരയുമ്പോൾ കൂടെ കരഞ്ഞോളും എന്നൊക്കെ പറയുന്നു. ഈ പരിപാടിയല്ല കർത്താവ്. പഴയ നിയമം യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ യേശുവിനെ കാണുമ്പോൾ അല്ലേ നമ്മളെ കൂടെ ചിരിക്കാനും കളിക്കാനും, കർത്താവ് അവനെ കീറ് കർത്താവ്, ചെയ് കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യിക്കാനും അല്ലേ നമ്മ അങ്ങനെ തോന്നുന്നതല്ല. അവൻ തേജോമയനായ ദൈവമാണ് അവൻ. അവിടുന്ന് ഹല്ലേലൂയ. ശരിക്കും നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഇരുന്ന് ചിന്തിക്കേണ്ടി വരും നമ്മളെല്ലാവരും. ഇതുപോലെ നമ്മൾ ഒരു ദിവസം ഇതേ തൈകളായി, ഈ തൈകളിൽ അനേക മണികളായി മാറേണ്ട ഉത്തരവാദിത്തം എൻ്റെ നിങ്ങളുടെയും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് ഫലം കൊടുക്കുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് വെട്ടിക്കളയും. ലൂക്കോസ് 13-ാം അധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് നാളും കൂടി വെട്ടി നിൽക്കട്ടെ എന്ന് പറയില്ലേ, വളമിട്ടൊക്കെ നോക്കാം, അവസാനം ഇതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിലെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ സുവിശേഷം ആരംഭിച്ചപ്പോൾ യെശയ്യാ പ്രവചന പുസ്തകം പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് അല്ലേ സുവിശേഷം, മറ്റൊന്ന് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചില്ല കർത്താവ്. പക്ഷേ ആ ന്യായവിധിയെക്കുറിച്ച് ഈ തലമുറയിൽ ഏറ്റവും അധികമായി പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വന്ന് എന്താ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്ന് നീതിയുടെ വചനം പ്രസംഗിക്കാൻ വേണ്ടി വന്നു. ശരിയാ, യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ ഒരു പാദ്യം മറച്ചു പിടിച്ചു അല്ലേ. ഏതാത് ഇല്ലേ? കർത്താവ് പഴയ നിയമ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാ? ഒന്ന്, കർത്താവ് ഇങ്ങനെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരു ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. കർത്താവ് പുതിയ നിയമത്തിലൊക്കെ വന്നപ്പോൾ ഒരു ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചില്ല അല്ലേ, അത് മറച്ചു വെച്ചു. പക്ഷേ ഈ തലമുറയിൽ ഏറ്റവും അധികമായി സുവിശേഷം അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്ത് നല്ല ശുശ്രൂഷകന്മാർ ഏറ്റവും അധികമായി ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. ഹല്ലേലൂയ. കാരണം ഇത് നമുക്കുള്ളതാ. എന്തുമാകട്ടെ, ഞാൻ അത്രയും കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, അതുകൊണ്ട് വിട്ടുപോകുക. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവജീവന്റെ വലിപ്പം ആദ്യം ഒന്ന് അറിയണം. അത് സ്വർഗത്തോളം വലിപ്പമുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനോളം വലിപ്പമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോളം വലിപ്പമുണ്ട് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നിരിക്കുന്ന. പറയുമ്പോൾ കുഞ്ഞു ജീവനല്ലേ, പറയുമെന്ന ഒരു കുഞ്ഞു ജീവനാ. പക്ഷേ അതിൻ്റെ വലിപ്പം നോക്കിയാൽ സ്വർഗത്തോളം, ദൈവത്തോളം അല്ലേ. ആകാശവും ഭൂമിയും പാതാളവും അല്ലേ എല്ലാം എടുത്തു കൂട്ടിവെച്ചാലും അതിനേക്കാൾ വലിപ്പമുണ്ട് എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നിരിക്കുന്ന ആത്മാവിൽ. വാക്ക് ശ്രദ്ധിക്കണം, ആത്മാവിൽ. ഹൃദയത്തിൽ, നമ്മുടെ ദേഹിയിലെ ഹൃദയത്തിലേക്ക് ദൈവരാജ്യം വരണമെങ്കിൽ അവൻ സ്വയത്തെ തകർക്കുക അല്ലെങ്കിൽ സ്വയത്തെ ത്യജിക്കുന്നവർക്ക് മാത്രമേ ഹൃദയത്തിനകത്ത് ദൈവജീവൻ വരത്തുള്ളൂ. എൻ്റെ വാക്കുകൾ വളരെ കറക്റ്റാണ് ഞാൻ പറയുന്നത്. ആത്മാവിൽ വന്നു. ആത്മാവ് ദൈവം, മനുഷ്യൻ ആത്മാവല്ല, ദേഹിയാണ്. ദേഹിയിലേക്ക് വരണമെങ്കിൽ നാം തന്നെത്താൻ ത്യജിച്ച് അല്ലേ അവനെ ക്രൂശെടുത്ത് അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവിൽ നിന്ന് ദൈവജീവൻ ദേഹിയിലേക്ക് ഇറങ്ങി വരും. ഇപ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനിയായി മാറുന്നത്, യഥാർത്ഥ ഭക്തനായി മാറുന്നത്, യഥാർത്ഥമായ ഫലം കൊടുക്കുന്ന, ഈ മണികൾ പോലെ ഫലം കൊടുക്കുന്നവരായി തീരുന്നത് അവിടെ മുതലാണ്. ക്രൂശെടുത്ത് അവനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ. എത്ര വർഷം കഴിഞ്ഞാണെന്ന് പറയാൻ പറ്റില്ല. 10 വർഷമോ 20 വർഷമോ 30 50 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ അവനെ അനുഗമിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ മുതലാണ് യഥാർത്ഥമായ ഒരു ഭക്തനായി മാറുന്നത്, യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുന്നത്. അതുവരെ ദൈവജീവനെ കിട്ടി അങ്ങ് മറച്ചു വെച്ച്, ലോകം കൊണ്ട് മറച്ച്, നമ്മുടെ ദേഹി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങൾ കൊണ്ട് മറച്ചു വയ്ക്കുന്ന ഒരു സാധാ മനുഷ്യൻ, ജാതികളെക്കാളേറെ ന്യായവിധി വരാൻ പോകുന്ന മനുഷ്യൻ, അത്രേ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞായച്ചതിനെ കുറിച്ച് ആഴമായി പറഞ്ഞതാ, ഞാൻ വിട്ടുപോകുക. നമ്മൾ കഴിഞ്ഞ പറഞ്ഞത് വായിച്ച് ഇങ്ങനെ അവസാനിപ്പിച്ചത് അല്ലേ. യോഹന്നാൻ 10:10 ഇനിയാ കള്ളം വരുന്നില്ല. അതെ, മോഷ്ടിപ്പാലും മറുപ്പാലും മുടിപ്പാലും അല്ലാതെ കള്ളൻ. അപ്പൊ കള്ളൻ വന്നു. പണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരായിരുന്നു? കള്ളം വന്ന് അല്ലേ, നമ്മൾ അവൻ്റെ അടിമയായിരുന്നു, പിശാചിൻ്റെ അണ്ടറിൽ കിടക്കുന്നവരായിരുന്നു. അവൻ നമ്മുടെ നന്മകളെല്ലാം അടിച്ചു മാറ്റി അല്ലേ, നമ്മുടെ താലന്തുകൾ ഉടച്ചു കളഞ്ഞു, നമ്മുടെ മനസ്സുകളൊക്കെ തകർത്ത് കളഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങൾ അടിച്ചു കളഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിനകത്ത് എഴുതിയില്ലേ, ആണോ ഇല്ലയോ? പണ്ട്
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അതായിരുന്നു, അവൻ്റെ അടിമകളായിരുന്നു. പാപം നമ്മളെ ഭരിച്ച അവൻ്റെ അടിമകളായിരുന്നു. എന്നാൽ കർത്താവ് പറയുക, അവർക്ക് കർത്താവ് വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രയും ഞാൻ വന്നത്. ഒരു മർമ്മം അതിനകത്തുണ്ട്. എൻ്റെ വിഷയം അതല്ല, അത് ഞാൻ വിട്ടുപോകുക. എന്നൊരു ഒറ്റ വാക്യം പറയാം. പണ്ട് കർത്താവ് നമുക്ക് ഭൂമിയിലേക്ക് അഴക്കുമ്പോൾ, ഞാൻ 33.5 വയസ്സിലാണ് കർത്താവിനെ അറിയുന്നത്. 33.5 വർഷവും ഞാൻ അനുഭവിച്ചത് ഈ പറഞ്ഞ പുള്ളിക്കാരൻ്റെ മോഷ്ടിച്ചും അറുത്തും മുടിച്ചും എന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ലോഹമോഹങ്ങളൊക്കെ ഇട്ടല്ലേ എൻ്റെ സകല താലന്തുകളും, എൻ്റെ കഴിവുകൾ, യഥാർത്ഥമായി ദൈവം നമുക്ക് തന്ന സകല കഴിവുകളൊക്കെ തകർത്തുകൊണ്ട് അവൻ നമ്മളെ തകർക്കുകയാണ്. പക്ഷേ കർത്താവ് വന്നപ്പോൾ ജീവൻ തരാൻ വന്നെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ തിരിച്ചു മടക്കി തരുമെന്നുള്ള ഒരു സത്യം കൂടി ഇതിനകത്ത് പറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഗ്രഹിച്ചില്ലയോ? നോക്കി, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വന്നു. ആരാ കള്ളൻ? നമ്മുടെ പഴയ യജമാനൻ. പക്ഷേ അവൻ തകർത്തു കളഞ്ഞു, നമ്മുടെ ക്യാരക്ടർ നശിപ്പിച്ചു കളഞ്ഞു അല്ലേ? നമ്മുടെ എല്ലാം ഭയങ്കര മോശമായി, നമ്മളെ തന്നെ മനുഷ്യനെ വർഗത്തെ മുഴുവനുമായി ഉടച്ച് തകർത്ത് കളഞ്ഞിട്ട് ക്രിസ്തു വന്നപ്പോൾ എന്തറിയാമോ? നമുക്ക് ജീവൻ നൽകി. ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നാം വളർന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതുപോയ എല്ലാം തിരിച്ച് നമ്മൾ യഥാർത്ഥ മനുഷ്യനാക്കി ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. ഗ്രഹിച്ചവർക്കായി സ്തോത്രമില്ലെങ്കിൽ വിട്ടേക്കുക. അവിടെ എല്ലാം വരും, സകലതും അതിനകത്ത് വരും. നമ്മുടെ എന്തുവാകട്ടെ, പിശാച് അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് തകർത്ത് കളഞ്ഞതൊക്കെ ദൈവജീവനിൽ വളരാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം ദൈവം നമുക്ക് മടക്കി തരികയാണ്. കാരണം യഥാർത്ഥ മനുഷ്യനായി ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തോട് നമ്മൾ അനുരൂപപ്പെടുമ്പോൾ ഇതെല്ലാം നമ്മുടെ അകത്തേക്ക് കടന്നു വരികയാണ്. പക്ഷേ അപ്പോഴെല്ലാം ഒറ്റ ആഗ്രഹമുള്ളൂ, അത് നിത്യജീവന് വേണ്ടിയില്ലേ, നമ്മളെല്ലാം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവ് വന്നത് ജീവൻ തരുവാനെന്നുള്ള വലിയ വാക്ക് നമ്മൾ ആഴമായിട്ട് അറിയണം. ഇന്ന് കർത്താവ് വന്നത് നമുക്ക് രോഗസൗഖ്യം തരാനും കടബാധ്യത മാറ്റാനും ഒക്കെയെന്ന ലോകം പറയുന്ന മുഴുവനും അന്ന് അതിനുവേണ്ടിയല്ല. ദൈവജീവന് മാത്രമേ ഞാൻ പിന്നീട് എടുക്കുക നമ്മളതിനെക്കുറിച്ച്. ആ ജീവൻ്റെ അകത്ത്, ആ വിത്തിനകത്താണ് ദൈവിക സ്വഭാവങ്ങൾ, ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നതും അല്ലേ, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ മുഴുവനും അടങ്ങിയിരിക്കുന്നത് എവിടെ ഏതാണെന്നറിയാമോ? ഒരു ചക്കക്കുരുവാണെങ്കിൽ ആ ചക്കക്കുരുയുടെ അകത്ത് എന്തൊക്കെയുണ്ട്? ചക്കക്കുരുവാണത്, ഇത്രയുള്ള കുരുവായിരിക്കും, ഇത്ര ഉണ്ടാവും കുരു. ആ കുരുയുടെ അകത്ത് മധുരമുള്ള ചുളയെന്നോ ഞങ്ങൾ പറയുന്നത്, നാട്ടുഭാഷ അധികം അറിയത്തില്ല ഇനി അല്ലേ. മധുരമുള്ള ചുളകൾ പോലും, അതിലെ മരങ്ങൾ പോലും എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുക. പക്ഷെ കഴിക്കുമ്പോൾ നമ്മൾ ചവർക്കും നമുക്ക് ആ കുരു കഴിക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അതിനകത്ത് ഫലം മുഴുവൻ വെളിപ്പെട്ട് വരുന്നത്. നമ്മളിതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തുമാകട്ടെ, ഞാൻ അതിലേക്ക് വരുന്ന മുമ്പായിട്ട് ഈ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. റോമർ 5:17 പറയുക, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തമാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായിട്ട് സ്വയേ എന്ന് പറയുന്ന ജീവനിൽ വാഴും അല്ലേ. ആ വാക്ക് അവിടുത്തെ ഗ്രീക്ക് വാക്ക് എന്ന് പറയുന്നത് സ്വയേ എന്ന ജീവൻ. നമ്മൾ ഈ ജീവനല്ല, സ്വയേ എന്ന ജീവനിലേക്ക് നമ്മൾ വളരും എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികമായിട്ട് അകത്ത് വന്ന ദൈവജീവൻ, ആത്മാവിൽ വന്ന ദൈവജീവൻ ദേഹിയിലേക്കും നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ പൂർണ്ണമായി സൗഖ്യം കിട്ടും. നമുക്ക് ശരീരത്തിൻ്റെ എല്ലാവിധ ബലഹീനതകളും മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് ഏത്? ദൈവജീവൻ എന്ന് പറയുന്നത്. പൂർണ്ണമായി നമ്മുടെ ബോഡി എന്താ പറയുക വീണ്ടെടുക്കാത്തത് കൊണ്ട് സംഭവിക്കാം നമുക്ക്. പക്ഷേ ദൈവജീവനം ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, ആ ബോഡിയെ കാക്കേണ്ടതുപോലെ ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവൻ രോഗം ശീലിച്ചു എന്നൊക്കെ പറഞ്ഞ് യെശയ്യാപ്രവചനം എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അവൻ രോഗം ഉണ്ടായിരുന്നോ? നമ്മുടെ രോഗങ്ങളെ വഹിച്ചത് മറന്നു പോകരുത്. യഥാർത്ഥമായി ദൈവജീവനിൽ വസിക്കുന്നവന് യഥാർത്ഥ ആദം എങ്ങനെ ജീവിച്ചോ ഏദൻ തോട്ടത്തിൽ അതുപോലത്തെ ഒരു ജീവനിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. അതാണ് യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുന്നത്. ഈ വാക്ക് നിങ്ങൾ ഗ്രഹിച്ചോ ഇല്ലയോ എനിക്കറിയത്തില്ല, എന്താ ഞാൻ പറഞ്ഞ വാക്ക്. യഥാർത്ഥ ദൈവജീവന് ആദം എങ്ങനെയായിരുന്നു? ശരീരം പാപനിമിത്തം മരിക്കണമെന്ന് റോമർ 8:10 പറഞ്ഞത് ശരി തന്നെയാണ്. പാപനിമിത്തം സംഭവിച്ചു പോയാണെങ്കിലും ഈ പറഞ്ഞതെല്ലാം അതിനകത്തിരിക്കുന്നത്. കാരണം ദൈവജീവൻ്റെ ഗുണം അത്ര വിശാലമാണ്. നമ്മൾ അതേക്കുറിച്ച് കർത്താവ് തരുന്ന പോലെ നമുക്ക് പഠിക്കാം അതിനെക്കുറിച്ച്. നമുക്കറിയാം, നമുക്ക് സുഖേ ജീവനുമുണ്ട്, നമുക്ക് ദേഹി ജീവനുമുണ്ട്, നമ്മുടെ ആത്മാ അല്ലെങ്കിൽ സ്വയ ജീവൻ നമ്മുടെ അകത്തുണ്ട്. ഏതിനെയാണോ നമ്മൾ വിതയ്ക്കുന്നത്, ഏതിനെയാണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, അതായിരിക്കും നമ്മുടെ ഫലം എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് ആ ദൈവജീവന് വേണ്ടി നമ്മുടെ ദേഹിയെ തകർത്ത് കളഞ്ഞാൽ നമ്മൾ സത്യത്തിൽ ആ ദൈവജീവൻ നമ്മളിലേക്ക് ഇറങ്ങി വരും. ഞാൻ വിട്ടുപോകുക, നമ്മൾ പഠിച്ചത് അതിനെക്കുറിച്ചൊക്കെ.
ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പഠിച്ചതാ, ഞാനാകുന്നു പറഞ്ഞ് പഠിച്ചതാ. ഇവിടേക്ക് കർത്താവ് ഒന്ന് രണ്ട് വാക്യം പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് അപ്പം. ഈ നമ്മളിന്ന് രാവിലെ പുട്ടും കടലയും ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ കഴിച്ച് എന്തിനു വേണ്ടി കഴിച്ചത്? ജീവൻ നിലനിൽക്കാൻ വേണ്ടി അല്ലേ? ആണെന്നോ ഒന്നല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ കണ്ടാവില്ലേ? ജീവൻ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളത് കഴിച്ചത്. അപ്പോൾ ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറയുമ്പോൾ മറ്റത് ആ അപ്പം അല്ലെങ്കിൽ പുട്ടും കടലയും നമ്മൾ അരി കഴിക്കുമ്പോൾ നമ്മുടെ സുഖം അല്ലെങ്കിൽ ദേഹീജീവൻ നിലനിൽക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ മറ്റൊരപ്പം ഇവിടെ നമുക്ക് കർത്താവോടെ പറയാം, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അതിനകത്ത് ആ അപ്പം എത്രത്തോളം ഭക്ഷിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആ ആത്മാവ് അല്ലെങ്കിൽ ആ അദൃശ്യ മനുഷ്യൻ, ആത്മമനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആ പുതിയ മനുഷ്യനൊക്കെ വളരുവാനിടയായിത്തീരും. അപ്പോൾ ഞാൻ അതിനെ അധികം വിവരിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ വാക്ക് എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ലോകത്തിലെ വെളിച്ചമാകുന്നു. ഇന്ന് അതിനെക്കുറിച്ച് എളുപ്പമായി സംസാരിക്കാൻ സമയമുള്ളതുപോലെ. കാരണം ഉൽപ്പത്തി ആദ്യമായി നമ്മൾ പഠിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷ ഭാഗം പഠിക്കുമ്പോൾ ജീവനാണ് മൊത്തം 38 പ്രാവശ്യമാണ് ജീവൻ 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 എന്ന്. ഏതാണ്ട് എൻ്റെ ഓർമ്മ 36-38 പ്രാവശ്യമാണ് അവിടെ പഠിക്കുമ്പോൾ ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 38 തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ മുമ്പേ, ജീവൻ ഒഴുകുന്നതിനേക്കാൾ മുമ്പേ വേറൊരു കാര്യം സംഭവിച്ചായിരുന്നു. അതാണ് ലോകത്തിലെ വെളിച്ചം. ഞാൻ അതിനെക്കുറിച്ച് സമയം കിട്ടിയാൽ ഇന്ന് ഞാൻ സംസാരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ദൈവം സൃഷ്ടിച്ചത് ജീവനല്ല. 4-ാം ദിവസമാണ് വലിയ വെളിച്ചം കൊടുക്കുന്ന സൂര്യനെയും ചെറിയ വെളിച്ചം കൊടുക്കുന്ന ചന്ദ്രനെയും സൃഷ്ടിച്ചത്. അതിനെല്ലാം മുമ്പേ 1-ാം ദിവസം തന്നെ, തുടക്കം തന്നെ ആദ്യം ദൈവം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. ആ വെളിച്ചമാണ് ജീവൻ്റെ സപ്പോർട്ട്. ഇത് ഇത്തിരി ആഴമായി ചിന്തിക്കേണ്ട വലിയ വിഷയമാണ്. നമ്മളത് കൈകാര്യം ചെയ്യാൻ നമുക്കറിയത്തില്ല എങ്ങനെ ഞാൻ പോകുന്നു. എന്നാലും ഞാൻ ഒറ്റവാക്കി പറഞ്ഞു വിടുക. വെളിച്ചത്ത് അവർ ഈ ലോകത്തിലെ വെളിച്ചമാകുന്നു, ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇതിനകത്ത് എന്തുണ്ടെന്നറിയാമോ? ഇതിനകത്ത് ആ സകലം, ഞാൻ ഇത്തിരിയും കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങി പറയാൻ പോയാൽ ഇത് വലിയ വിഷയമാണ് ഈ വെളിച്ചം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഇട്ടു തരിക. പുതിയ പുസ്തകം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷ ഭാഗം തന്നെയാണ്. അവിടെ പഠിക്കുമ്പോൾ അവിടെ ഒരു വാക്കിന് കാണാൻ കഴിയും, സൽപ്രവർത്തികളാണ് വെളിച്ചമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടത്? നമ്മുടെ സൽപ്രവർത്തികളാണ് വെളിച്ചം അല്ലേ? അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതൊന്നുമല്ല, ഞാനത് വിട്ടുപോകുക. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഒന്നിൽ നിന്നാണ്. പതിവുള്ളത് വഴി എടുത്തു നോക്കാം. അടുത്തത്, ഞാൻ വാതിലാകുന്നു. ഞാൻ എന്താ പറയുക, വലിയ അല്ലേ, ഒരു ആട്ടിൻകൂട്ടമൊന്നും അല്ല പറയുന്നത്, ഞാൻ വാതില. ആ ഒരു പ്രത്യേകമായ വഴിയിൽ കൂടി അല്ലെങ്കിൽ വാതിൽ കൂടി കടന്നാൽ മാത്രമേ ആ ജീവങ്കിലേക്ക് കടക്കുവാനും ആ വെളിച്ചം അനുഭവിക്കുവാനും കഴിയത്തുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത്ര മാത്രം വിട്ടുപോകുക. ഞാൻ നല്ല ഇടയനാകുന്നു. യേശു കർത്താവ് അല്ലാതെ വേറൊരു ഇടയൻ്റെ കീഴിൽ നാം വളരാൻ തുടങ്ങിയാൽ, അങ്ങനെ വളർന്ന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കറിയാം. എത്രയോ, ഞാനും കോശി ബ്രദറെ കൂടി സംസാരിക്കായിരുന്നു, എന്തോരം ഭക്തന്മാർ ഈ ലോകത്ത് രക്ഷിക്കപ്പെടുന്നവരൊക്കെ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്. വളരെ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് രക്ഷിക്കപ്പെടാതെ അത്ഭുതം കണ്ട് വന്നത് മാത്രമുള്ള ആൾക്കാരാ. നല്ലൊരു ശതമാനവും രക്ഷിക്കപ്പെട്ട് വന്നവരാ. ഈ തലമുറയല്ല, ഞാൻ മുമ്പത്തെ തലമുറയെ കുറിച്ചാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് വന്നവരാ, പക്ഷേ വഴിയാത്രയിലാണ് ഇവർ തെറ്റിപ്പോകുന്നത്. എൻ്റെ വാക്കുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, പക്ഷേ ഈ വാതിലും ഈ വെളിച്ചവും ഈ അപ്പവും ഒക്കെ ഉപയോഗിക്കാതെ വേറൊരു ഇടയൻ്റെ കീഴിൽ, വേറൊരു കൈക്കീഴിൽ താങ്ങ പോകുകയാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ പരാജയം ആരംഭിക്കുക. എത്രയോ ആൾക്കാരെന്നറിയാമോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. കാരണം ഈ ലോകത്തിൽ നമുക്കറിയാം, ലോകത്തിൽ കർത്താവല്ലാതെ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചവൻ വേറെ ആരും ഭൂമിയിലില്ല. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അൾട്ടിമേറ്റ് പ്രശ്നം എന്ന് പറയുന്നത് മരണമാണ്. ഇതിൻ്റെ പ്രശ്നമല്ല, പൈസയില്ലാത്ത പ്രശ്നമല്ല, രോഗമല്ല നമ്മുടെ പ്രശ്നം, കുടുംബ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. അതിനേക്കാൾ അപ്പുറമായൊരു മാനവരാശി ഇന്നുവരെ തരണം ചെയ്യാൻ കഴിയാത്ത, മീൻസ് കർത്താവിൻ്റെ മരണം മുമ്പ് വരെ പറഞ്ഞു വരുന്നത് അല്ലേ, മനുഷ്യന് എന്താ പറയുക, ഒരു മനത്തിനോ ഒരു മന്ത്രത്തിനോ ഡോക്ടർമാർക്കോ ഒരു പുരോഹിതന്മാർക്കോ തരണം ചെയ്യാൻ കഴിയാത്ത ഒരൊന്നായിരുന്നു മരണമെന്ന് പറയുന്നത്. പക്ഷേ അതിനെ ജയിച്ചൊരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് കർത്താവ് ഞാൻ പുനരുദ്ധാനമാകുന്നു അല്ലേ. അപ്പോൾ ആ ജീവനകത്ത് ഇത് പറയാൻ പോയ ഇത് ക്ലാസ് ഈ അടുത്ത ജന്മത്തിൽ തീരത്തില്ല. അതാണ് ഈ പ്രശ്നം. ഈ പുനരുദ്ധാനത്തിന് ഈ ജീവനകത്ത് മരണത്തെ ജയിച്ചെഴുന്നേൽക്കാൻ തക്കവണ്ണമുള്ള ശക്തിയും അകത്തുണ്ട് അല്ലേ.
വാക്യം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലൊക്കെ ഇങ്ങനെ ഓടി വരുന്ന വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ റോമർക്ക് ലേഖനത്തിൽ പഠിക്കുമ്പോൾ അവിടെ 8-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ 8-11 8-ാമത് 8-11 തോന്നുന്നു. വാക്യാമോ? റോമർ 8-11 വാക്യം. ആ വാക്യം മനസ്സിലായോ നിങ്ങൾക്ക്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് അല്ലേ, ആ ജീവൻ, ആ ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ജീവൻ തന്നെയാണ്. അത് അല്പമായി ചിന്തിക്കും. ആ ജീവൻ ഒടുക്കം എവിടെ വരെ പോയെന്ന് അറിയാമോ? ശവപ്പറമ്പിൽ വരെ പോയിട്ട് പൊക്കിയെടുത്തു. മരണത്തിന് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പറയുക, മരണത്തിന് അധിപതിയായ പിശാചിന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും ഭയാനകമായ ഇന്ന് വരെ ചരിത്രമുണ്ടായിട്ടില്ല. ഇത് മീൻസ് കർത്താവുണ്ട്, അതിന് ശേഷം വേറെ ആരും കാണാത്ത ആ വലിയ സത്യം ജയിച്ചെഴുന്നേറ്റത് കർത്താവ് മാത്രമാണ്. അതകത്ത് വ്യാപരിക്കുന്ന ആ ആത്മാവും ജീവനുമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നല്ലോ? വചനത്തിനകത്ത് അന്നെ ജീവനുണ്ട്, ആത്മാവുമുണ്ട്. അപ്പം അതുകൊണ്ട് പുനരുത്ഥാനവും ജീവനുമാകുന്നു പറയാൻ കാരണം, ഞാൻ വഴിയും സത്യവുമാകുന്നു. കാരണം വെറും വഴി മാത്രം കിട്ടിയ കാര്യമില്ല. കർത്താവ് പറയും ഞാൻ സത്യം. ആ സത്യമാണ് നമ്മളെ വഴി നടത്തുന്നത് അല്ലേ? വഴി കണ്ടു, പക്ഷേ സത്യം അറിയുന്നില്ലെങ്കിലോ? യേശു ആകുന്നു വഴി. ഞാൻ പറയാം യേശു ആകുന്നു. ഇതൊക്കെ ഓരോ നമുക്ക് ആഴമായി പഠിക്കേണ്ട ചിന്താവിഷയം വിട്ടുപോകുകയാണ്. യേശു ആകുന്ന വഴി എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം യേശു മാത്രമാണ് വഴി അല്ലേ? നമ്മളൊക്കെ പറയും. പക്ഷെ വഴി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഈ വഴിയിൽ കൂടെ നടക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നോക്കി, വഴി ക്രിസ്തുവാണെന്ന് ഇവിടെ നമുക്കറിയാം. യേശു ക്രിസ്തു ഞാനാകുന്ന വഴി സത്യം എന്ന് പറഞ്ഞു. നമുക്കറിയാം രക്ഷിക്കപ്പെടുവാൻ യേശു മാത്രമാകുന്നു വഴിയെന്ന്. വഴി അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വഴിയെ നടക്കണമെങ്കിൽ ഈ ഞാൻ വഴിയും സത്യം അല്ലേ? സത്യം എന്ന് പറഞ്ഞാൽ വചനം, അവൻ്റെ വചനം സത്യമാകുന്നു. ഒക്കെ എന്ത് വാകട്ടെ ഒറ്റ വാക്യം. ഈ സത്യം വചനം, ആ സത്യം നമ്മളെ മുന്നോട്ട് നയിക്കുന്നില്ലെങ്കിൽ ആ വഴി നമുക്ക് ഇരുണ്ട് തന്നെ ഇരിക്കും. വഴി സത്യമാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ഇവിടെ എല്ലാം എന്നെ നയിക്കാൻ തുടങ്ങുന്നത് എൻ്റെ അകത്ത് വന്ന ദൈവജീവൻ്റെ പ്രാധാന്യമാണ്. ഇത്ര മാത്രം പറയാൻ വേണ്ടി ഈ ഇത്രയും ഞാൻ ജസ്റ്റ് ഒരു വലിയ വിഷയമാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒടിച്ചു വെച്ച പറഞ്ഞത് ഇതെല്ലാം കാരണമാകുവാൻ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. അത് ടേസ്റ്റോടെ ഭക്ഷിക്കണം അല്ലേ? എവിടെയാ നമ്മൾ എന്തോ പഠിക്കുമ്പോൾ ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ഒന്നപക്ഷം അല്ലേ? ഗലാത്യ അല്ലേ? ഗലാത്യ ലേഖനത്തിൽ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തി പറയുന്നുണ്ടല്ലേ? ഞാൻ അത് ആ ഒരു വാക്യം എടുക്കുക. ആവിചാരം, പക, പിണക്കം ഒക്കെ നമുക്കുണ്ടെന്ന് പറയാം അല്ലേ? പക ഉണ്ട് ഇച്ചിരിയൊക്കെ, അല്ല വിട്ടേക്ക് അല്ലേ? പിണക്കം, ജാരശങ്ക ഇച്ചിരിയൊക്കെ ഈ ഉണ്ട് അല്ലേ? ഒക്കെ എന്തോ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ അത് പറയാൻ വേണ്ടിയില്ല. ആഭിചാരം നമുക്കുണ്ടോ? ഇല്ലേ, ഇല്ല, ഒന്നും വേണ്ടിയില്ല. നിങ്ങൾ ആഭിചാരം നമ്മൾ ചെയ്യുമോ? കൂടോത്ര ആഭിചാരം എന്ന് പറഞ്ഞാൽ കുറേ വാക്കുണ്ടായിരുന്നു, ഞാനൊക്കെ മറന്നുപോയി. നമ്മുടെ മെയിൻ ജോലിയാണ് നടക്കുക. ഇന്നൊക്കെ മറന്നുപോയി എന്തൊക്കെയെന്ന്. അതല്ല അതിനു വേണ്ടിയല്ലേ ഞാൻ അത് വായിക്കാൻ പറ്റും. ഒരു വാക്യം ആഭിചാരം ഞാൻ എവിടെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. ആഭിചാരം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ അതേ നമ്മുടെ കയ്യിലുള്ളൂ. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാട്ടാ, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. കാരണം വെച്ചാലേ ആഭിചാരം എന്ന് സത്യത്തിൽ വേദോസം പഠിപ്പിക്കുന്ന കാര്യം, നമുക്കിഷ്ടമില്ലാതെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരുത്തന്, നമ്മുടെ സഹോദരൻ ആരുമാവട്ടെ, ഇല്ലെങ്കിൽ പാസ്റ്റർ വന്നു ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ കയറി വന്നു, നിങ്ങളുടെ വീട്ടിൽ പാസ്റ്റർ കയറി വന്ന് സഹോദരിമാരുടെ വായിൽ എന്താ വരുന്നത്? ഈ മനുഷ്യന് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുള്ളൂ അല്ലേ? ഈ തിന്നണ സമയത്ത് ഇത്രയും അരി ഇട്ടുള്ളൂ അല്ലേ? വൈകിട്ടാന്ന് വിചാരിച്ചു ഒരു ചായ കൊടുക്കണം, ചായ തീർന്നു പോയി, പാലും തീർന്ന്, ഈ മനുഷ്യനിക്ക് നേരത്തെ വരാൻ പാടില്ലെന്നൊക്കെ പറയും. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇങ്ങനെ നീട്ടി തന്നാൽ ചിരിച്ചോണ്ട് ഇങ്ങനെ നീട്ടിയാലും അതിൻ്റെ അർത്ഥം ആഭിചാരം എന്നാ. ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ലേ? ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് തന്നാൽ നല്ല മനസ്സോടെ തരുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊരാത്മാവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല. ഈ പഴയ അപ്പച്ചന്മാരെ അറിയില്ലേ, സ്തോത്രം പറഞ്ഞ് കുടിച്ചാൽ. ഞങ്ങളുടെ പണ്ടൊരു അപ്പച്ചൻ പാസ്റ്ററായിരുന്നു, നമുക്ക് പെണ്ണാളെ ഫണ്ടാ, പുള്ളി മരിച്ചുപോയി, പുള്ളിയൊക്കെ TPM കാരനായിരുന്നു. പുള്ളി എന്ത് കൊടുത്താലും
സ്തോത്രം സ്തോത്രം ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട്. സ്തോത്രം സ്തോത്രം അതിന് പിടിക്കത്തുള്ളൂ. നമ്മൾ കിട്ടിയാൽ വലിച്ചു കയറ്റും, അത്ര കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ആണെങ്കിലും നമ്മൾ കർത്താവിന് എന്ന പോലെ ചെയ്യാതിരിക്കുന്ന പലതും നമ്മൾ അറിയാതെ ഈ സ്ഥാനം കൊടുക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേക്ക്, വിട്ടേക്ക്. മനസ്സിലായെങ്കിൽ അതൊരു വെളിപ്പാട് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കൊടുത്താലും, ആര് വന്ന് കൊടുക്കുന്നുവെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അതിന് മറ്റൊരു പേര് വേദസം വിളിക്കുക. വലിയ ആഴമായൊന്നും ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല. കാരണം അത് ഇത് നമ്മളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുവാനൊക്കെ നമ്മുടെ ഹൃദയമൊക്കെ കീറി മുറിക്കുന്നത്. അതുകൊണ്ട് വല്ലതും ഗ്രഹിച്ചോ? വല്ലതും മനസ്സിലായോ? ഓക്കെ, വിട്ടു പോകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇതെന്തുവാണ്? ഈ ലോകത്തിലെ ദൈവം സൃഷ്ടിച്ച സകലത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. അല്ലേ? എല്ലാത്തിനകത്ത് ജീവനില്ലാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. ഈ പ്രപഞ്ചത്തിനകത്ത് അങ്ങനെ പറയാം, ജീവനില്ലാത്ത ഒന്നുമില്ല. എല്ലാം ജീവനുള്ളതാ. അതുകൊണ്ടാണ് ആ ജീവന് ഈ സകലം സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. അതുമാത്രമല്ല, ഞാൻ വരാം അതിലേക്ക്. ആ ജീവനകത്ത് സകല ദൈവിക ഗുണങ്ങളും ക്യാരക്ടറും അവൻ്റെ ക്ഷമ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്ത, ഇന്ദ്രിയജയം, അല്ലേ, അങ്ങനെ നീണ്ടു പിടിച്ച് കിടക്കുക. എല്ലാം മുഴുവനും ഇതിലാണ് കിടക്കുന്നറിയാമോ? ഈ വിത്തിനകത്താണ്. ഗ്രഹിച്ചോ ഞാൻ പറഞ്ഞത്? നമ്മൾ പ്രാപിച്ച ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ അകത്ത് വന്ന ദൈവജീവൻ, വിത്ത് എന്ന് സാധനം നമ്മുടെ അകത്ത് വന്നതിൽ എല്ലാ ദൈവിക ഗുണങ്ങളുമുണ്ട്. ഇനി നമ്മൾ ഒരിടത്ത് പോയി ഉപവസിക്കണം എന്നല്ല പറഞ്ഞത്. നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി ഉപവസിച്ചാലും നല്ല കാര്യമാണ്, സപ്പോർട്ട് കിട്ടും. പക്ഷേ അതിനേക്കാൾ അപ്പുറം നമ്മൾ ദൈവജീവനെ പുറത്തേക്ക് ഇടുവാൻ നമ്മൾ ശ്രമിച്ചാൽ അതിനകത്ത് എല്ലാ ദൈവിക ഗുണങ്ങളുമുണ്ട്. അത് ഓട്ടോമാറ്റിക് നമ്മൾ വെളിപ്പെട്ട് വരികയാണ്. നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതല്ല, അല്ലേ? നല്ലൊരു ശതമാനം പഠിച്ചുണ്ടാക്കുക. ഞായറാഴ്ച ഇളിച്ചു പിടിച്ച് സ്തോത്രം പറയും നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ കണ്ട മൈൻഡ് പോലും ഉണ്ടാകത്തില്ല. ഇല്ല, കണ്ട മൈൻഡ് പോലും ഉണ്ടാകത്തില്ല. പക്ഷെ ഞായറാഴ്ച ചർച്ചിനകത്ത് വന്നാൽ, ഈ ആലയത്തിനകത്ത് വരുമ്പോൾ, ഞാൻ ഇവിടുത്തെ കാര്യമില്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞ, ആലയത്തിനകത്ത് വന്നാൽ എന്ത് ഇളിയായിരിക്കും. ചിരിയല്ല ഞാൻ പറഞ്ഞത്, ഇളിയായിരിക്കും. എന്ത് ഇളിയായിരിക്കും. പക്ഷെ പുറത്ത് വെച്ചില്ല. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞു വന്നതൊക്കെ യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഈ നാട്ടിൽ ജാതികളുടെ ഉത്സവമായ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. അതിൽ കുറേ ഗിഫ്റ്റുകൾ തൂക്കിയിടും. ആ മരമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്താ പറയുക ഫലങ്ങളാണ് അവിടെ വെളിപ്പെട്ട് വന്നിരിക്കുന്നല്ലേ? അങ്ങനല്ലേ? ഇത് തന്നെ ദൈവമക്കളകത്തും. ഒരു ദൈവം വെച്ച വാഴപ്പഴത്തിനകത്ത് വേറെന്തൊക്കെ ഇരിക്കുന്നത്. രാജീവ് എടുത്തതുപോലെ കാട്ടുമുന്തിരിക്കുക ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? എല്ലാം ഒരേപോലെയൊക്കെ ഇരിക്കും. സംഗതി കാണാനൊക്കെ ലുക്ക് തന്നെയാണ്. യജമാനൻ പോലും എത്ര നാൾ കഴിഞ്ഞ് അവസാനം കൊയ്യുമ്പോഴാണ് അതിനെ അറിയുന്നത്, അല്ലേ? കാട്ടുമുന്തിരിയാണെന്ന് എങ്ങനെ അറിയുന്നത്? മുന്തിരി വന്ന് അതിൻ്റെ ഫലം കൊടുക്കുമ്പോഴാണ് മുന്തിരി കാട്ടുമുന്തിരി എന്നറിയുന്നത്. കയ്പാണോ മധുരമാണെന്ന് അറിയുന്നത്. അത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു, അല്ലേ? യെസ്. അപ്പം എന്തുമാകട്ടെ, ഞാൻ സാക്ഷാൽ മുന്തിരിയാകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് വേണ്ട. ഇത് വേറെ ചിന്താവിഷയങ്ങൾ അതെല്ലാം. മറ്റേ യോഹന്നാൻ 1:4 പറയാ, അവനിൽ ജീവൻ. ഇത് ഇവിടെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇപ്പോൾ കേട്ടതാണ്, ബൈബിളിൽ കൂടെ നമ്മൾ പ്രസംഗിച്ച. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ വിടുക അതിനെക്കുറിച്ച്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ രണ്ട് വ്യത്യസ്തമായ പദങ്ങൾ അവിടെ എഴുതിയില്ലേ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരാ? 1-ാം വാക്യം മുതൽ പറഞ്ഞു വരിക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെ കൂടെയെന്ന്, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു വരികയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു വാക്ക് അവിടെ വരണം. എന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ വാക്കിന് അർത്ഥം കറക്റ്റ് ആകണമെങ്കിൽ, ഞാൻ കുറേ ഇംഗ്ലീഷ് ബൈബിളും എടുത്തു നോക്കി, ഗ്രീക്കിലേക്കൊന്നും പോയില്ല. എന്നെങ്കിൽ പോലും പറയുക, ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഫുൾഫിൽമെൻ്റ് ഉണ്ടാവത്തുള്ളൂ. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവൻ എന്തുണ്ടായിരുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അല്ലേ? എന്താ വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അല്ലേ? എല്ലാത്തിൻ്റെ ഉറവിടം ആ ദൈവജീവനാണ്. എന്നിട്ട് പറയുക, ജീവൻ എന്താ? മനുഷ്യൻ്റെ വെളിച്ചം കൂടിയായിരുന്നു എന്ന് അവിടെ 2 പദങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. നോക്കി ഞാൻ ഇവിടെ തന്നെ വചനം ദൈവം കേവലം നമ്മൾ ഉൽപ്പത്തി മുതൽ കാണുമ്പോൾ, ഉൽപ്പത്തി 66 പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം വാക്കുകൾ മാത്രമാണ് വചനമായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലേ? പക്ഷേ ഉണ്ടാകട്ടെ 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 എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബൈബിൾ ആരംഭിക്കുമ്പോൾ തുടങ്ങി നമ്മുടെ പുതിയ നിയമം വരെയായി, വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ ദൈവജീവൻ വചനം എന്ന് പറയുന്നത് മുഴുവനും ഈ ബൈബിളിലെ വചനങ്ങളെയാണ്. സത്യം തന്നെയാണ്, അല്ലേ?
അങ്ങനെയല്ലേ എല്ലാവരും? വെളിപ്പാട് 13-13 അതിൻ്റെ 19 വാക്യം പറയുന്നു, അവൻ്റെ പേരോ ദൈവ വചനമെന്നാകുന്നു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു പറഞ്ഞ സാക്ഷാൽ വചനം തന്നെയാണ്. പക്ഷെ ഒരു വിഷയമുണ്ട്, ഈ വചനം പുറപ്പെടുന്നതിന് മുമ്പായിട്ട്, ഒരു ഉണ്ടാകുന്ന പറയുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തി തന്നെയാണ് സാക്ഷാൽ ജീവനും അല്ലെങ്കിൽ വചനമായി മാറുന്നത്. സാക്ഷ്യം ആ വ്യക്തിയാണ്. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നതും ഈ വചനമെന്ന് പറയുന്നതൊക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോകുകയാണ്. ആ വ്യക്തി ആരാണെന്ന് ഞാനിപ്പോൾ പറയും, അല്ലേ? ആ വ്യക്തി ആരാണെന്ന് ഇപ്പോൾ പറയാം. നമുക്കറിയാം ക്രിസ്തു തന്നെയാണ്. പക്ഷേ ഇച്ചിരി കൂടി കയറ്റി പഠിക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെങ്കിലും വെറുതെ സൃഷ്ടിപ്പാൻ വേണ്ടി വചനം പറയുന്നത് മാത്രമല്ല, അതിൻ്റെ ഉറവിടമായൊരു വ്യക്തിയിലേക്കാണ് ആ ജീവനും എല്ലാം ഒരു വ്യക്തിയായിട്ട് ഒരു വ്യക്തി ഒഴുകുന്നത്. ആ വ്യക്തിയാണ് ഇതിൻ്റെയൊക്കെ ആരംഭം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. ഇവിടെയാണ് ആ വ്യക്തിയുമായുള്ള പ്രണയവും, ആ വ്യക്തിയുമായുള്ള സ്നേഹവും, ആ വ്യക്തിയുമായുള്ള കൂട്ടായ്മയും, ആ വ്യക്തിയുമായുള്ള തമ്മിൽ ദിവസം നമ്മൾ സമയം ചെലവഴിക്കുന്നതൊക്കെ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നു. പ്രാർത്ഥന കുറവായുള്ളവർക്ക് വേണ്ടി പറയുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും എൻ്റെ പിതാവ്, അല്ലെങ്കിൽ ഒരു ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയുവാനും, കർത്താവെ പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, കർത്താവെ ഞാനൊന്നുമില്ല, നീ സഹായിച്ചാൽ ഞാൻ നിൽക്കാമെന്ന് പറയുന്ന ഒരു താഴ്മയുടെയും എല്ലാത്തിനും പ്രതീകമായ ഒരു സ്ഥലമാണ് ഇതെന്നറിയാമോ പ്രാർത്ഥന മുറി എന്ന് പറയുന്നത്. അവിടെയാണ് ഇത് യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തിബന്ധങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, സൺഡേ വന്ന് കൈയടിച്ചുകൊണ്ടോ ആരാധന കൂടി പോയതുകൊണ്ടോ അല്ല ഞാൻ പറയുന്നത്. ആ പ്രാർത്ഥന മുറിയിൽ പേഴ്സണൽ ലൈഫിൽ ആ വ്യക്തി, ഞാൻ പറയുന്നത് അവന് ജീവൻ ഉണ്ടായിരുന്നു, അവൻ ജീവൻ്റെ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു, എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആരംഭിക്കുകയിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഗാഢമായ ബന്ധമാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഈ സത്യത്തിൽ ആ ഏകനായ ദൈവമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നതല്ല. എൻ്റെ ആരാധന, എൻ്റെ പ്രാർത്ഥന, അല്ലേ, എൻ്റെ കൂട്ടായ്മ, എൻ്റെ ജീവിതം മുഴുവനും ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച്. ഞാൻ മനസ്സിലായി പെട്ടെന്ന് പറഞ്ഞു വിട്ടുപോയതാ. പക്ഷെ ഇത് ചിന്തിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നമ്മൾ പോകുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ സഹായിപ്പാൻ വചനമായി അവനിപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിപ്പാൻ വേണ്ടി മാത്രം, അല്ലേ? കുറച്ചുകൂടി ആഴത്തിലേക്ക് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആത്മാവിൻ്റെ ഡയറക്റ്റ് നമുക്ക് കേൾക്കാൻ കഴിയുമ്പോൾ അവൻ ആത്മാവായി നമ്മുടെ കൂടെ ചലിക്കാൻ തുടങ്ങി. എവിടെ പോയിരിക്കുമ്പോഴും നമുക്ക് സ്വരം കേൾക്കാൻ കഴിയും. ഞാൻ പറയും, ഈ ചെവിക്കാരുമല്ല പറയുന്നത്, അകത്തെ മനുഷ്യനിലൂടെ ക്രിസ്ത്യ ജീവിതം ആ ഒരു ലെവലിലേക്ക് മാറ്റപ്പെട്ടു പോവുകയാണ്. കുറേയും കൂടി നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം പിതാവും പുത്രനുമായുള്ള അഭേദ്യമായ ബന്ധം, സ്വർഗത്തിൽ ജീവിക്കുന്ന അതേ ജീവിതം അവൻ്റെ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതം. ഞാൻ പറഞ്ഞ അത്ര കൂടിപ്പോയിട്ടൊന്നുമില്ലല്ലോ, അത്ര വലിയ കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അല്ലേ? ഇതൊക്കെ ബൈബിൾ വായിക്കുന്നതൊക്കെ നമ്മുടെ പ്രാരംഭഘട്ടം മാത്രമേ ഉള്ളൂ. മറിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് മാറുകയാണ്. മാറുക വെച്ചാൽ അത് മാറുകയല്ല, സോറി, നിങ്ങൾ എടുക്കേണ്ടത് പോലെ എടുക്കണേ, എനിക്ക് തെറ്റുപറ്റും. അത് പിന്നെ അവൻ്റെ എഴുതിയവൻ്റെ ആത്മാവ് എൻ്റെ അകത്ത് വന്ന് തന്നോട് സംസാരിക്കാൻ തുടങ്ങുക. റോമർ 8:2 വാക്യം മുതൽ, അല്ലേ? 2 വാക്യം മുതൽ അവൻ നമ്മുടെ സംസാരിക്കാൻ ഇടപെടുകയാണ്. അതുപോലെ കണ്ടിട്ടില്ല നമ്മൾ. റോമർ 8:2 വാക്യം മുതലാണ് നമ്മുടെ ആ ഒരു പുതിയൊരു ജീവിതം നമ്മളിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നത്. അവസാനം പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾ പിതാവുമായിട്ട് സ്വർഗത്തിൽ ജീവിക്കുന്ന അതേ ജീവിതം തന്നെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതൊരു റിലേഷൻഷിപ്പാണത്. ഗ്രഹിക്കാത്തതുകൊണ്ടാണോ? ഇവിടെയാണ് മാലാഖി പുസ്തകം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാലാഖി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റത്തിൻ്റെ മുകളിലത്തെ വാക്കും, അല്ലേ? മാലാഖി 3-ാം അധ്യായം ലാസ്റ്റത്തിൻ്റെ മുകളിലത്തെ വാക്കും പറയുന്നുണ്ട്, പിതാവിന് വേണ്ടി അധ്വാനിക്കുന്നവനെ പിതാവ് ആദരിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ കിട്ടിക്ക് മാത്രം വായിച്ചാൽ മതി, വിട്ടേക്ക്. അടുത്ത വാക്യം. ഇതല്ല, ഈ ലോകമല്ല, വരാൻ പോകുന്ന യുഗത്തെക്കുറിച്ച് പറയാ.
കണ്ടില്ല എത്ര എത്ര വാഴമ താഴേക്ക് പഠിക്കുമ്പോൾ ആ വാക്കുകൾ ഭയാനക വാക്ക് ഭയങ്കര നമുക്ക് ത്രില്ലടിക്കുക. നമ്മൾ ആ പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് വരുവാൻ ഏറ്റവും മനോഹരമായ വേദവാക്യമാണ്. ഇവിടെ വെറുതെ ഭൂമിയിൽ ഇട്ടുകളite പിതാവ് പോണ വഴി പോയിട്ട് അങ്ങനെയല്ല. പുത്രൻ ജീവിതാവസാനത്തിലൊന്നും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവങ്ങളായത്. എന്തുമാകട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാം. എന്തുമാകട്ടെ, ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ. യോഹന്നാൻ 5:26 പറയുന്നു, പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവൻ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുമെന്ന് പറയുമ്പോൾ ഈ ജീവൻ്റെ ഒഴുക്ക് എവിടെ നിന്ന് വരാൻ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞു വരികയാണ്. നമ്മൾ ജീവൻ എവിടെന്നാ? പുത്രനിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് അല്ലേ? ആണോ അല്ലയോ? നാം ജീവൻ എവിടെന്നാ പ്രാപിച്ചത്? പുത്രനിൽ നിന്ന് പ്രാപിച്ചതാ. പക്ഷേ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നോക്കിയേ, പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ. അപ്പോൾ എവിടെന്നാ ജീവൻ്റെ ഒഴുക്ക്? ഞാൻ പിന്നീട് തൃത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഏകനായ ദൈവം, പിശാചുക്കൾ പോലും കിടുങ്ങി വരക്കുന്ന ദൈവം, ആ ഏകനായ ദൈവം അല്ലേ, ആ ദൈവത്തെ അറിയേണ്ടതുപോലെ ഏകനായ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോഴാണ് യഥാർത്ഥമായ പിതാപുത്രൻ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇപ്പോൾ ത്രിയേക ദൈവത്തിലാണ് നമ്മൾ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത്. കാരണം അതൊന്നുമല്ല, ഇത് ഏകനായ ദൈവം എന്തിനു വേണ്ടിയാണ് മൂന്നായി മാറിയത്? ഈ ഒരു ചോദ്യമാണ് മാനവരാശി ഇന്ന് അറിയേണ്ടത്. അതിന് ഉത്തരം കണ്ടെത്തിയാൽ ക്രിസ്ത്യൻ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. കാരണം നമ്മൾ വരുന്നത് ആ പിതാവിലേക്കാണ്. ഇവിടെ കണ്ടുവരുന്നത് നോക്കിയേ, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അപ്പൊ പുത്രനിലേക്ക് പകർന്നു കൊടുത്തിട്ട് ആ വരം പുത്രൻ നമ്മിലേക്ക് പകർന്നു തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുണ്ടോ അല്ലേ? ഈ ജീവൻ നമ്മളിൽ നിന്ന് ഒഴുകുന്നുണ്ട്. മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയല്ല, മീൻസ് നമുക്ക് അവന് ജീവൻ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ജീവൻ ഒഴുകുമ്പോൾ ദൈവജീവൻ അതിലേക്ക് ഒരുമിച്ച് വരികയാണ്. ഇത്തിരി കൂടിപ്പോയെന്ന് എനിക്കറിയത്തില്ലേ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സാവുന്നുണ്ടോ? നമ്മുടെ അകത്തു വന്ന ദൈവജീവനില്ലേ, ആ ജീവൻ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ജീവന്റെ ഒഴുക്കുള്ളത് കൊണ്ടാണ് അനേകർ മാനസാന്തരത്തേക്ക് നയിക്കപ്പെടുന്നത്. ആ ജീവൻ, ആ തത്സമയത്തിന് ഒരേപോലെ ദൈവജീവനും ക്രിസ്തു അവൻ്റെ ജീവൻ അവരിലേക്ക് പകർന്ന് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ പുതിയ ജനനത്തിലേക്ക് അവരെ നയിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടെ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ ആ ജീവൻ പുത്രനിലേക്ക് പകർന്നു കൊടുത്തു അല്ലേ? പുത്രൻ യോഹന്നാൻ 6:57 അവിടെ തന്നെ ഉണ്ട് അടുത്ത വാക്യം. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട്, അപ്പം നേരത്തെ പറഞ്ഞു പിതാവ് തന്നിൽ തന്നെ ജീവനുണ്ട്, ആ ജീവൻ പുത്രന് കൊടുത്തു. എന്നിട്ട് ഇവിടെ പറയുക, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം എങ്ങനെയാണോ ജീവിച്ചത്, ആ ഒരു പഠനമാണത്. ക്രിസ്തു എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചത് അല്ലേ? മനസ്സിലായി കാണോ അല്ലേ? പിതാവിൻ്റെ ജീവൻ കൊണ്ട് എങ്ങനെ ഒരുവന് ജീവിക്കാൻ പറ്റുമെന്ന് ലോകത്തിൽ ആകെ ഒരുത്തൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ യേശു മാത്രമാണ്. നമ്മളൊക്കെ പലപ്പോഴും വീണുപോയിട്ടുള്ള കാര്യം പറയാല്ല, പലപ്പോഴും നമ്മളെ കാല കിടറി പോയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് പിതാവിനെ ജീവൻ കൊണ്ട് ജീവിച്ചൊരു ജീവിതം എന്ന് പറയാൻ ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ, അടുത്ത പ്രോസസ്സ് പറയുക, എൻ മൂലം ജീവിക്കും. നോക്കിയേ, പിതാവിൽ നിന്ന് ഏകനായ ദൈവത്തിൽ നിന്ന് ജീവൻ ഒഴുകി പുത്രനിലേക്ക് വന്നു. ആ പുത്രനിൽ നിന്ന്, ഹലോ, പുത്രനെ ആര് തിന്നുന്നുവോ, തിന്നുവെച്ചാൽ വിശ്വസിക്കുന്നു, ഒറ്റ കാര്യമുള്ളൂ അല്ലേ? അതിനെക്കുറിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ആര് അവന് തിന്നുന്നുവോ വിശ്വസിക്കുന്നുവോ അവനിലേക്ക് അതേ ജീവൻ പുറപ്പെട്ടു വരികയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുത്രനിൽ നിന്നാണെങ്കിലും, പക്ഷെ എല്ലാത്തിൻ്റെ ഉറവിടം എവിടെയെന്നറിയാമോ? ആ പിതാവിൽ നിന്നാണ്. അതാണ് നമ്മുടെ അകത്ത് ഒരു പ്രായം കഴിയുമ്പോൾ, വിശ്വാസത്തിൽ, ഞാൻ പ്രായത്തിനകം ഈ പ്രായമല്ല പറയുന്നത്, വിശ്വാസത്തിൽ പ്രായം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പിതാവേ, അപ്പാ അല്ലേ, അപ്പായേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നത് ഏതാണെന്നറിയാമോ? അവിടെ നമുക്ക് യഥാർത്ഥമായ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാകുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ, അല്ലെ യേശുവിൻ്റെ നാമത്തിൽ അത് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പലതും വരും. കാരണം ക്രിസ്തു അല്ലേ, എന്താ പറയുക, നമ്മളിങ്ങനെ നമ്മുടെ കുട്ടിക്കളിയായിട്ട് പലപ്പോഴും നമ്മൾ എടുക്കും. പക്ഷേ ഇതിനൊക്കെ തുടക്കത്തിലേക്ക് മാറി പോകുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അവസാനം പോയി നിൽക്കുന്നത് പിതാവിൽ നിന്ന് ഒഴുകിയ ദൈവജീവൻ പുത്രനിലേക്കും പുത്രൻ നമ്മളിലേക്കും പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ജീവനാണ് മറച്ചു വെക്കാതെ, ആ ജീവൻ ഞാൻ റിലീസ് ചെയ്യപ്പെടുകയാണ്, ഞാനും പുറത്തേക്ക് ഒഴുക്കുകയാണ് ജീവൻ അല്ലേ? ആ ജീവൻ നേരത്തെ പറഞ്ഞ് അതിൽ വെളിച്ചമുണ്ടായിരുന്നു. എന്താ വെളിച്ചമെന്നൊക്കെ അത് മറ്റൊരു കാര്യമാണ്. അത് സൽപ്രവർത്തികളിൽ തികഞ്ഞു വരും. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുക. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഇത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് അത് പിതാവിൽ നിന്ന് വന്ന് പുത്രനിലേക്ക്, പുത്രനിൽ നിന്ന് അത് നമ്മളിലേക്കും അത് വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ യേശു കർത്താവ് ഇവിടെ പറയുക, പിതാവ് ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിച്ചതുപോലെ, അല്ലേ, പിതാവിൻ്റെ ജീവൻ കൊണ്ട് ജീവിച്ചതുപോലെ. നല്ല വാക്യങ്ങൾ അങ്ങനെ ആയിരിക്കും അല്ലേ, ഇത്രയും കൂടി മയപ്പെടുത്തി പറഞ്ഞാൽ പിതാവിൻ്റെ ജീവൻ കൊണ്ട് ഞാൻ ജീവിച്ചതുപോലെ. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറഞ്ഞില്ലേ, അപ്പം 4:4 മത്തായി വായിക്കുന്നുണ്ട്, ഈ അപ്പം കൊണ്ട് മാത്രമല്ല അവൻ്റെ വായിൽ നിന്ന് വചനം കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് ജീവിച്ച് കാണിച്ചൊരു മാർഗം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് ആ സെയിം ജീവിതം തന്നെയാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് സ്വന്തമായ ജീവനില്ലേ? ഉണ്ട്. എനിക്ക് നിങ്ങൾ ഭർത്താവ് എത്ര വാക്കെന്നറിയാം, ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ എഴുതി വെച്ചിട്ടില്ല, എൻ്റെ ഓർമ്മയെന്ന് പറയുക. എനിക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്, എങ്കിലും ഞാനത് പറയുന്നില്ല. ആവശ്യമുണ്ടോ നിങ്ങൾ? എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ അത് പറയാൻ എൻ്റെ സൂഖേ, എൻ്റെ ദേഹീനെ പ്രകാശിക്കാനല്ല ഞാൻ വന്നത്. ജീവൻ തന്നവൻ ആ ജീവൻ എനിക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ അഴിച്ചിരിക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്രിസ്തുവിന് ചെയ്യില്ല, ക്രിസ്തു ഒരിക്കലും ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കുക വേണ്ട. അവന് ഞാൻ ചെയ്യുമായിരുന്നെങ്കിൽ, എക്സാമ്പിൾ പറയുക, ചെയ്യുമായിരുന്നെങ്കിൽ ആ യഥാർത്ഥ ദൈവജീവൻ പുറത്തു വരത്തില്ല, അവൻ ചെയ്യത്തില്ല, യേശു ചെയ്യാൻ കഴിയത്തുമില്ല. നമുക്ക് കഴിവായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ക്രിസ്തു ചെയ്യത്തില്ല. കാരണം യഥാർത്ഥ ദൈവജീവന്റെ മഹത്വം അറിഞ്ഞവൻ ഈ പ്രപഞ്ചത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. ഇത് നമ്മളൊന്ന് അറിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് എടുക്കാനായിട്ട്? ഇത് കടുകട്ടിയായി തോന്നി, ഞാൻ കടുകട്ടിയായിട്ട് തോന്നിയോ നിങ്ങൾക്ക്? യോഹന്നാൻ ലേഖനം 5:11, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനുള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ എന്താ സാക്ഷ്യം? ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ തൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. നോക്കി ഇതെല്ലാം പറയുന്നത് തുടക്കം എവിടെയാണ് തുടങ്ങിയത്? പിതാവിൽ നിന്ന് ജീവൻ പുത്രനിലേക്ക് പകർന്നിട്ട് പുത്രനെ ഭൂമിയിലേക്ക് അഴച്ചു. ദൈവത്തിൻ്റെ ജീവൻ പുത്രനിലേക്ക് പകർന്നിട്ട് സ്വർഗത്തിലെത്താതെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ആ ജീവൻ നമ്മളിലേക്ക് പകരപ്പെട്ടിട്ട് പറയുക, ആ ജീവൻ പുത്രനിലുണ്ട് എന്നുള്ള സാക്ഷ്യം. നമുക്കൊരു സാക്ഷ്യമുണ്ട്. ഇവിടെ പറയാ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ ഒരു സാക്ഷ്യമുണ്ട്. എന്താ നമ്മുടെ സാക്ഷ്യം എന്നറിയാമോ? ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ എന്തുണ്ട്? ഒരു സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകിയാൽ അവൻ അസത്യവാദിയാകുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ തൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. നമുക്കൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും ഒരു ദൈവജീവൻ ഇരിക്കുന്നുണ്ട്, നിത്യജീവൻ ഇരിക്കുന്നുണ്ട്, ദൈവത്തിന് ജീവൻ ഇരിക്കുന്നുണ്ട്. ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തോളം വലിപ്പമുള്ള ജീവൻ. അതിനപ്പുറത്തേക്ക് ഇനി എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ 82 സംഘത്തിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്? എന്താ എലോഹീം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാത്രം പേരുള്ള എലോഹീം. നമ്മളെ വിളിക്കുന്ന പേര് എലോഹീം, കൊച്ചെലോഹീങ്ങൾ അല്ലേ? പൂച്ചക്കുട്ടി, പട്ടിക്കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ കുട്ടി ദൈവങ്ങൾ. ആ വാക്ക് പറയുമ്പോൾ കേൾക്കുമ്പോൾ മറ്റൊരു അരോചകമായി തോന്നും, കുട്ടി ദൈവം എന്നൊക്കെ പറയുമ്പോഴേ അല്ലേ? അങ്ങനെ തെറ്റല്ലേ? പക്ഷെ അത് തെറ്റല്ലത്. ദൈവത്തിൻ്റെ മക്കൾ പിന്നെ ആരാ? പൂച്ചയുടെ മക്കൾ ആരാ? പൂച്ചക്കുഞ്ഞുങ്ങളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ മക്കൾ ദൈവം തന്നെയാന്നേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എന്ത് വിട്ടുപോകുന്നു. അപ്പോൾ യോഹന്നാനിൽ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആൻഡ്രൂ പാസ്റ്റർ താഴെ പ്രസംഗിച്ചതാ. ഞാൻ എനിക്ക് വാക്യം ഇങ്ങനെ എടുക്കുമ്പോൾ ഞാനിവിടെ എഴുതി വെച്ച കാര്യമുണ്ട്. ഈ 5:11 ആ വാക്ക് എടുക്കുമ്പോൾ 2 വാക്യം. യോഹന്നാൻ എന്തിനു വേണ്ടി സുവിശേഷം എഴുതി? അവിടെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എന്തിനു വേണ്ടി ലേഖനം എഴുതി? 2 ചോദ്യം അവിടെയുണ്ട്. യോഹന്നാൻ എന്തിനു വേണ്ടി സുവിശേഷം എഴുതി? യോഹന്നാൻ എന്തിനു വേണ്ടി ലേഖനം എഴുതി? ഇവിടെ യോഹന്നാൻ 20:31 പറയുക, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, വാക്യം ശ്രദ്ധിക്കണമേ, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, അടുത്തത് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. കറക്റ്റായിട്ട് പാസ്റ്റർ താഴെ എടുത്തത് അല്ലേ? എന്നറിയാമോ? നിങ്ങൾ ക്രിസ്തു അല്ലേ, ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ക്രിസ്തു ആരാ? ദൈവത്തിന് പുത്രനാ. പുത്രൻ എന്ന് പറയുമ്പോൾ ജീവൻ പകർന്നു കൊടുത്ത് ഭൂമിയിലേക്ക് അഴച്ചത് വിട്ടത്. ലിങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ പറയുന്നത്. ദൈവപുത്രൻ എന്ന് പറയാൻ കാരണം ഈ എത്രയോ വാക്കാ ദൈവപുത്രൻ. നമ്മളെപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാ ദൈവപുത്രൻ. എന്താ ദൈവപുത്രൻ? എന്താ മനുഷ്യപുത്രൻ? അല്ലേ?
ദൈവം തന്റെ ജീവനെ പകർന്നു കൊടുത്തിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടതാണ്. പ്രാധാന്യം അവിടെ കിടക്കുന്നത്. പിതാവിൽ ജീവനുണ്ട്, ആ ജീവൻ പുത്രനിലേക്ക് കൊടുത്തിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. അതേ പുത്രൻ എന്നിലേക്ക് ജീവൻ പകർന്നിട്ട് ഈ ലോകത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഇറക്കി വിട്ടു. കാരണം ഈ ജീവനെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതിന്റെ അധിപതി പിശാചാ, അറുക്കാലും മുടിപ്പാലും മോഷ്ടിപ്പാലും വന്നവൻ. എന്നാൽ എൻ്റെ അകത്ത് ദൈവജീവന്റെ വിത്ത് തന്നിട്ട്, ഞാൻ പറഞ്ഞില്ല, ദൈവത്തോളം വലിപ്പമുള്ള ദൈവജീവൻ, പാതാളവും അല്ലേ, എന്തൊക്കെയാ, 3 സ്വർലോകവും അധോലോകവും അല്ലേ, ഭൂലോകം ഒരേപോലെ മടങ്ങുന്ന ദൈവത്തിന്റെ മുമ്പിൽ അതേ ജീവനുമായിട്ട് ദൈവം എന്നെ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ക്രിസ്തു വിട്ടിരിക്കുന്നത്. വാക്കുകൾ സത്യമാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. എന്നിട്ട് പറയുക, സുവിശേഷം എഴുതിയത് നിങ്ങൾ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതിനും, അടുത്തത് വിശ്വസിച്ചിട്ട് എന്ത് കിട്ടണം? വിശ്വസിച്ചിട്ട് ഈ അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? ജീവൻ. അതാകും തൊട്ടുമോളി നേരത്തെ വായിച്ചില്ലേ, ഞാൻ വന്നത് അറുപ്പാലും, പിശാചി വന്നത് അറുപ്പാലും മുടിപ്പാലും മോഷ്ടിപ്പാലും മാത്രമേ ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകാനും. അപ്പോൾ സുവിശേഷം എഴുതുമ്പോൾ 38 വാക്യമാണ് ജീവൻ ജീവൻ എന്ന് ഈ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ എന്തിനാണെന്നറിയാമോ? നിങ്ങൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ, ദൈവജീവൻ കിട്ടും എന്നതിന് വേണ്ടിയാണ്. എന്നാൽ കുറേ എഴുത്തെഴുത്ത് കഴിഞ്ഞിട്ട് ലേഖനം എഴുതുമ്പോൾ ലേഖനത്തിൽ 5:13 യോഹന്നാൻ ഇങ്ങനൊരു വാക്ക് അവിടെ എഴുതി വെച്ചിരിക്കുക. യോഹന്നാൻ 5:13 ദൈവപുത്ര നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, പണ്ട് വിശ്വസിക്കേണ്ടതിന്, വ്യത്യാസം വാക്ക് വള്ളി മുള്ളിയൊക്കെ മനസ്സിലായോ? വിശ്വസിക്കേണ്ടതിനും ആ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ദൈവജീവൻ കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ പറയുന്നത് അതല്ല. നിങ്ങളിൽ എന്തുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളകത്ത് അല്ലേ, ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. അപ്പൊ വിശ്വസിക്കുന്നവർക്കാ, വിശ്വസിക്കാൻ വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ അകത്ത് എന്തുണ്ട്? നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. മനസ്സിലായോ? വിഷയം ജീവന്റെ ഉറവിട, ജീവനാ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ലേഖനങ്ങൾ വ്യത്യാസം വരുന്നു. ആ ജീവൻ നമ്മുടെ അകത്തുണ്ട്, നമ്മൾ പറഞ്ഞു തരിക. ആ ജീവനിൽ നിന്ന് എല്ലാം ഒഴുകി വരിക. ആത്മാവിന്റെ ഫലം അല്ലേ, കൃപാവരങ്ങളിൽ എന്താ പറയുക, ഒന്നാമത്തത് മറ്റേ പറഞ്ഞു വന്ന് മറ്റേ ഇവിടെ പറയുമ്പോൾ പറഞ്ഞ അവസരം ആദ്യം പറഞ്ഞ സ്നേഹമാണ്. മറ്റേ ഇതിൽ പറയുന്നത് അല്ലേ, സ്നേഹത്തിൽ ആരംഭിക്കുന്നത് എല്ലാം വരുന്നത് ഈ ജൈവജീവനകത്ത് നിന്നാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ദേഹി ജീവന്റെ അകത്ത് നിന്ന് കപടതയും കാപട്യവും ദുഷ്ടതയും നുണയും പകയും എല്ലാം ആരും പഠിക്കാതെ പുറത്തേക്ക് ഒഴുകിക്കോളും. നിങ്ങളാരും പഠിച്ചിട്ടാണ് നുണയും പറയുന്നത്? നമ്മളൊക്കെ നുണ പറഞ്ഞത്? പാവങ്ങൾ ഇരിപ്പിട്ട് നുണ പറയാറുമില്ല അല്ലേ? നമ്മളെവിടെയെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചിട്ടാണ് നുണ പറഞ്ഞത്, പറയാൻ പഠിച്ചത്? കാപട്യം കാണാൻ പഠിപ്പിച്ച് ഏതെങ്കിലും കാപട്യത്ത് സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ നമ്മൾ? ഇല്ല. ഇത് എവിടെ നിന്നാ വന്നത്? ആ ദേഹി ജീവൻ ആദമിന്റെ വിത്തിന്റെ അകത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഈ ജീവൻ എൻ്റെ അകത്തുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിച്ചാൽ അല്ലേ, എങ്ങനെ വിശ്വസിച്ച്? ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നും അവൻ എനിക്ക് വേണ്ടി വന്ന് മരിച്ചുവെന്നും അല്ലെ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ് നിത്യജീവൻ്റെ അകത്ത് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. ആ ജീവന്റെ അകത്ത് എൻ്റെ നിത്യതയ്ക്ക് ആവശ്യമായ എന്തൊക്കെയാ? വിശുദ്ധിയും തേജസ്കരണം വരെ നീണ്ടു കിടക്കുന്ന മുഴുവനും ആ ജീവനിലായിരിക്കുന്നത്. എൻ്റെ അവകാശങ്ങൾ, എൻ്റെ വാക്തത്വങ്ങൾ, പിന്നെ എന്തെങ്കിലും പറ, എൻ്റെ അവകാശം അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ എൻ്റെ അച്ഛന് കുറച്ച് സ്വത്തുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് അച്ഛൻ അത് ഈ പറഞ്ഞ മുഴുവനും അല്ല, അച്ഛൻ്റെ സ്വഭാവങ്ങൾ, അച്ഛൻ്റെ ആദർശങ്ങളൊക്കെ എനിക്ക് ജന്മനാ കിട്ടുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ വിത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്നത്. ഇതൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ ഈ കിടന്ന പിച്ചും പേയ്ക്കും വേണ്ടി നമ്മളെ കിടന്ന് ഈ മണ്ണിനും മണ്ണാങ്കട്ടക്കും വേണ്ടി നമ്മൾ പുറകെ പോകുമോ സഹോദരങ്ങളെ? ഈ ജീവന്റെ മഹത്വം എന്ന് അറിഞ്ഞാൽ, കാരണം ഇന്ന് ജയിലിട്ടിരിക്കുക ആ ജീവനെ. ദേഹി എന്ന് പറയുന്ന വൻമതൽ കെട്ടി, എന്ത് സെൻട്രൽ ജയില അല്ലേ, 10-30 അടി പൊക്കത്തിലെ സെൻട്രൽ ജയിൽ കെട്ടി കള്ളന്മാരിടുന്നത് പോലെ അതിനകത്ത് നമ്മുടെ അകത്ത് ഇട്ടിരിക്കുക ഏത്? ദൈവം എന്ന ദൈവജീവന്. എന്നാൽ അതൊരു ബോംബാണ്, ഡുനാമിസ് പവറാണെന്ന് പോലും നമുക്കറിയാതെ നമ്മുടെ കരുത്തിൽ നിന്ന് ജീവിച്ചു. അനേക വിശ്വാസികളും ഇന്ന് സ്വയത്തിൽ ജീവിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിങ്ങൾ സത്യം അറിയണം. നിങ്ങളെ മാറിയവനെ പോലെ ആക്കാൻ കഴിവുള്ള, നിങ്ങൾ സ്വർഗീയന്മാരാക്കാൻ മാറ്റാൻ കഴിവുള്ള,
നിങ്ങളുടെ മുമ്പിൽ സകല മുട്ടുമടക്കത്തക്ക വണ്ണം കഴിവുള്ള ഒരു സത്യം, ഒരു ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. യോശുവോട് പറഞ്ഞ പോലെ, നിന്റെ മോശയുടെ പോലെ ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ആയുഷ്കാലം മുഴുവൻ നിന്റെ പോലെ ഒരുത്തൻ പോലും നിവർന്ന് നിൽക്കത്തില്ല. അല്ലേ? ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക കടപ്പോകുവാൻ പറഞ്ഞില്ലേ? അത് തന്നെയാ, അത്രയും വലിപ്പമുണ്ട് ആ ജീവൻ. എൻ്റെ അകത്തുള്ള ജീവന്റെ വലിപ്പം. കഷ്ടവും ദുഃഖവും പ്രയാസമൊക്കെ നമുക്കുണ്ട്, പക്ഷേ അതിനേക്കാൾ അപ്പുറം ഒരു ജീവൻ എനിക്ക് നിങ്ങളുടെ അകത്തുണ്ട്. ഞാൻ ജസ്റ്റ് തുടങ്ങി വെക്കുക, നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോയില്ല. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ, ആ ജീവൻ്റെ വ്യത്യാസമുണ്ട്. ഈ ജീവനിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ജീവൻ സൗഖ്യമാക്കാൻ കഴിയുന്ന ജീവനമാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. കുഷ്ഠം വിട്ട് മാറുന്ന രോഗികളെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു സാധനമാണ്. എന്ത് പവറാണത്? ഏത്? എൻ്റെയും നിങ്ങളുടെ അകത്തുനിന്ന് ജീവനം. നമുക്ക് വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. മാർക്കോസ് 1:41. ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാ, ജീവന്റെ വലിപ്പം ഒന്ന് കാണിക്കാൻ വേണ്ടിയാ. ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതല്ല. ഉച്ചക്ക് ഇരുന്നപ്പോൾ ഒന്ന് തോന്നി എനിക്ക് അങ്ങനെ എഴുതണമെന്ന്. നോക്കി ഇവിടെ പറയാം, ഒരു കുഷ്ഠരോഗി അവനടുക്ക് വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവൻ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടു മാറി അവന് ശുദ്ധി വന്നു. എവിടെ നിന്നാണെന്നറിയാമോ? ജീവൻ ഒഴുകുകയാണ്. ഞാൻ വന്നത് ജീവൻ കൊടുക്കുവാനും സമൃദ്ധിയായി. ആ ജീവന്റെ അകത്ത് രോഗസൗഖ്യങ്ങളും സകലതും ഇരിക്കുകയാണ്. അല്ലേ? അപ്പൻ്റെ സ്വഭാവങ്ങളും അപ്പൻ്റെ, നമ്മുടെ സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ പിന്നീട് എടുക്കും ഹെറിഡിറ്റി, അവൻ്റെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ എടുക്കും. ഇതെല്ലാം അതിനകത്ത് മറഞ്ഞു കിടക്കുകയാണ്. മാർക്കോസ് 1:25 പറയുക, പിശാചുക്കളുടെ മേൽ അവന് അധികാരമുണ്ട്. ഏതിന്? അകത്തെ ദൈവജീവൻ റിലീസ് ചെയ്യപ്പെടും. അല്ലേ? മിണ്ടരുത്, നിന്നെ വിട്ട് അവനെ വിട്ടു പോകും എന്ന് പറഞ്ഞ് അപ്പോൾ അശുദ്ധാത്മാവ് അവനെ വിട്ട് ഇടച്ചു, ഉറക്കെ നിലവിളിച്ചു, അവനെ വിട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലേ? ഇതൊക്കെ എവിടെ നിന്നാണ് പുറപ്പെടുന്നത് അറിയാമോ? യേശുവിനെ അവിടെ നിന്ന് ജീവൻ പുറപ്പെട്ടു. കർത്താവ് ഒരിക്കൽ തൊങ്ങലിൽ തൊട്ട ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ പറിച്ചപ്പോൾ കർത്താവ് പറയേ, ഇന്ന് എന്തോ ഒഴുകിയിട്ടുണ്ട്. എന്താ ഒഴുകിയത്? ജീവൻ ഒഴുകുക. ആ ജീവൻ ഒഴുകിയത് അത് ഒഴുകുന്നവനും അറിയാം. അല്ലെ? ഒഴുകുന്നവനും അറിയാം, അത് അനുഭവിക്കുന്നവർക്ക് വരുവാൻ കഴിയും. രക്തസ്രാവക്കാരി അതിനിടയിൽ കൂടി, കാരണം രക്തസ്രാവക്കാരി എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയോ ദിവസങ്ങൾ അത് പാളയത്തിൽ പുറത്ത് ജീവിക്കേണ്ടവരാ. അവർ അത്രയും പാവമാണത്. ആ സ്ത്രീ അതിനിടയിൽ കൂടി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലേ? നമ്മൾ പറയും, എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ് അവിടെ വന്നെന്നൊക്കെ പറഞ്ഞിരിക്കുക. അല്ലേ? എനിക്ക് ഇച്ചിരി അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. എന്നെക്കൊണ്ട് കഴിയുന്നില്ല. ഇതൊന്നുമല്ല, എനിക്ക് ആവശ്യം സൗഖ്യമാണെന്ന് അറിഞ്ഞ് എൻ്റെ കഴിവോ എൻ്റെ കുറവോ നോക്കാതെ അതിനിടയിൽ കൂടി ആരെല്ലാം നിന്ദിച്ചാലും പരിഹസിച്ചാലും കുഴപ്പമില്ല, അവൾ അതിൻ്റെ ഇടയിൽ കൂടി കുത്തി കയറി അവനെ തൊങ്ങനെ തൊട്ടിരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയുള്ളവർ അനുഭവിച്ചിരിക്കും ദൈവജീവനെ കുറിച്ച്. ഓക്കെ, മാർക്കോസ് 4:33 പറയുക, കാറ്റിൻ്റെ മേൽ അധികാരമുള്ളതാണ് ഈ ദൈവജീവൻ. കാറ്റിൻ്റെ മേലും അധികാരമുണ്ട്. അല്ലേ? അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിലോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. നോക്കിയേ, ഏതാണെന്നറിയാമോ? ജീവൻ്റെ ഒഴുക്കാ പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ 11:43-44 അവിടെ പറയും, ലാസറെ കുറിച്ച് പറയുമ്പോൾ, മരിച്ചവരുടെ മേൽ അധികാരമുണ്ട് ആ ജീവന്. കാരണം ദൈവജീവനാണ്. ദൈവത്തിന് മരണമില്ലാത്ത സാക്ഷാൽ ദൈവത്തിലെ ജീവനാണ്. ആ ജീവനെ മുന്നിൽ മരണം തോറ്റോടി പോകത്തില്ലേ സഹോദരങ്ങളെ? നമ്മൾ ഓടിപ്പോകും, നമ്മളിറങ്ങി ഓടിക്കളയും. അല്ലേ? പക്ഷെ ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ഈ ജീവന്റെ വലിപ്പം അറിഞ്ഞാൽ, ഇവിടെ പറഞ്ഞതുപോലെ ലാസറെ പുറത്തു വാ എന്ന് കൽപ്പിക്കും അല്ലെങ്കിൽ പറയുവാൻ തക്കവണ്ണം എവിടെ നിന്ന് കിട്ടിയ ധൈര്യമൊക്കെ? അല്ലേ? എവിടെ നിന്ന് കിട്ടി? എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഓടുന്നത് പിതാവിൻ്റെ ജീവനാ. പിതാവിന് അസാധ്യമായതൊന്നുമില്ല. വാക്കാൽ ഉണ്ടാകട്ടെ എന്ന് ഉണ്ടാക്കിയ ആ ദൈവത്തിന് അല്ലെങ്കിൽ ആ ജീവനാണ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത്. യേശു നല്ലവണ്ണം അറിയാം. നമുക്കറിയാതിരിക്കുന്നതും അത് തന്നെയാണ്. നമുക്കറിയാതിരിക്കുന്നതും യേശു നല്ലവണ്ണം അറിയാവുന്ന ഒറ്റ കാര്യമാണ്, പിതാവിൽ നിന്ന് എന്നിലേക്ക് വന്നത് ദൈവജീവൻ അഴച്ചിട്ട് എന്നെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുക. ആ ജീവനിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആകെയുള്ള അപ്പോസ്തല പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പ്രവൃത്തി, അപ്പോസ്തല പ്രവൃത്തി ഇത്രയും വായിച്ചിട്ട് പറയും, യേശു ഉണ്ടല്ലോ, യേശു അത് ചെയ്തു, ഉണ്ടല്ലോ, ശക്തിയുണ്ട്, നമുക്ക് ചെയ്യാം. നമ്മുടെയൊക്കെ ആര് സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം അവൻ്റെ കണ്ണിൽ കത്തുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിൽ കത്തുന്നത് ഇത് മാത്രമേ ഉള്ളൂ, അത്ഭുതം, അടയാളോ. എന്നിട്ട് അങ്ങനെ ഇറങ്ങി പോകുക അത്ഭുതം കാണിക്കാനും. എൻ്റെ കൂടെ ഭാവന്ന്
നമ്മൾ ഈ അപ്പോൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഒക്കെ വായിച്ചിട്ട് യേശു ചെയ്ത് അത് മാത്രമേ നമ്മുടെ കണ്ണിൽ പെടത്തുള്ളൂ. എന്നിട്ട് അവന് കഴിയും. നമുക്ക് കാറ്റിനെ ശാസിക്കാന്ന് പറയും, പോവുക കാറ്റിനെ ശാസിക്കാൻ. പിന്നെ കുറേ ശാസിക്കും, പിന്നെ കുറേ പുള്ളി പുറത്തിരിച്ചിങ്ങാൾ പോരും. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതൊന്നും അറിയേ. അതെന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ അവൻ എനിക്ക് നൽകിയ ഒരു ആയുധമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആയുധം ഉദ്ദേശിച്ച് വേറെ വാക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഒരു ദൈവജീവൻ, അവനോളം വലിപ്പമുള്ള ദൈവജീവൻ. ആ ജീവൻ അസാധ്യമായി ഒന്നുമില്ല. ഈ പറഞ്ഞു വരുന്ന അർത്ഥം ഞാൻ അത്രയേ ഉള്ളൂ. എന്നെ കർത്താവ് വിളിച്ചത് ദൈവജീവൻ നൽകി, ക്രിസ്തുവിന് ജീവൻ നൽകി. ആ ജീവൻ എന്നെ വ്യാപരിക്കുന്നുണ്ട്. അതിന് മുമ്പിൽ സകലതും തോറ്റുമടങ്ങും. കാരണം ഇത് ദൈവത്തിൻ്റെ ജീവനാണ്. ഈ പ്രപഞ്ചം പോലും ശൂന്യമായിരിക്കെ സകല ഉളവാക്കാൻ കഴിവുള്ള അതേ ജീവൻ തന്നെയാ പുത്രനിൽ വ്യാപരിച്ചതും പുത്രൻ എനിക്ക് നൽകിയതും. ഗ്രഹിച്ചു നോക്കിയാൽ നമ്മളൊന്ന് ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ അവൻ്റെ അത്ഭുതം അടയാളം കണ്ടിങ്ങനെ പോകും. പക്ഷെ കാണേണ്ടത് കാണത്തുമില്ല. കാണേണ്ടത് ഏറ്റവും വലുതറിയാമോ? ഉൽപ്പത്തി പുസ്തകം മുതൽ കാണേണ്ടത് ഈ ദൈവജീവനെ കുറിച്ച്. അതോട് ചേർന്ന് വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ആഴ്ച അവനെ കുറിച്ച് സംസാരിക്കും. എന്നിട്ട് പറയാ, അപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അല്ലേ? അത്രയും മരണത്തെ അധിപതിയായവനെ പോലും അല്ലെ തകർത്തുകൊണ്ട് മരണത്തെ ജയിക്കുവാൻ കഴിവുള്ള ഒരുവൻ്റെ ജീവനാണ് എൻ്റെയും നിങ്ങളുടെയും അകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കുന്നത്. ഇതൊന്ന് അറിഞ്ഞേ നമ്മുടെയൊക്കെ ജീവിതം മാറ്റം വരും. ഹല്ലേലൂയ. നമ്മുടെ നമ്മുടെ ദർശനത്തിന് മാറ്റം വരും. നമ്മുടെയൊക്കെ ഒരു വാക്യം വായിക്കാം. നൈൻ പട്ടണത്തിലേക്ക് സംഭവിച്ച അല്ലേ ആ വിധവയുടെ കൊച്ചിന് സംഭവിച്ച കാര്യം. പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ശിഷ്യന്മാരും വളരെ പുരുഷാരം കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു വരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഈ വാക്കൊക്കെ വായിക്കുമ്പോൾ നിന്നിട്ട് വായിക്കണം. ഈ എങ്ങനെ മനസ്സലിഞ്ഞു? പിതാവിൻ്റെ ജീവനുള്ളവർക്കേ മനസ്സലിവുണ്ടാകത്തുള്ളൂ. ഇല്ലാത്തവനൊന്നും മനസ്സലിവുണ്ടാകത്തില്ല. അങ്ങനെ നോക്കിയിട്ട് ആ വഴി പോയി കളയും. അല്ലേ? ഇപ്പം മറ്റേ ചമരക്കാരൻ റോഡിൽ എന്താ പറയുക കഷ്ടപ്പെട്ട് മുറിവായിട്ട് കിടക്കുക. എനിക്കിന്ന് ന്യൂ ലൈഫിൽ പ്രസംഗമുണ്ട്. ഞാൻ ആ വഴി പോയി നമ്മൾ ആ വഴി പോയി കളയല്ലേ? പരീക്ഷന്മാരെക്കാളും കഷ്ടമാണ്. പക്ഷേ ഇവിടെ ദൈവജീവൻ നമ്മുടെ അകത്തുണ്ടോ? ഈ പറഞ്ഞതുപോലെ മനസ്സലിഞ്ഞിരിക്കും. കാരണം അത് ദൈവത്തിൻ്റെ ജീവനാണ്. മനസ്സലിവ്, ദയ, പരോപകാരം ഞാൻ കഴിയുമെങ്കിൽ പിന്നീട് എപ്പോഴും എടുത്തോളാം. 36-ാം അധ്യായം അല്ലേ അടുത്ത പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അവിടെ മുതൽ മോശ ചോദിക്കുന്നുണ്ട്, യഹോവേ എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ലേ, ഞാൻ ഞായറാഴ്ച എന്നാന്ന് ചോദിച്ചാൽ ക്രിസ്മസ് ഡിസംബറാന്ന് പറഞ്ഞ പോലെ ആയിപ്പോ അല്ലേ? കർത്താവ് പറയുന്നത് അങ്ങനെയാണ് അവിടെ പറയുന്നത്. ഒരു തവായി പറയില്ലേ, ചോദിച്ചത് വേറെ കാര്യം, പറഞ്ഞത്. മോശ ചോദിക്കുന്നത് എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്നെ പറയുന്ന മുഴുവൻ നീട്ടിപ്പിടിച്ചൊരു ലിസ്റ്റിംഗ് ആണ് പറയാ. ഞാൻ മഹാകരുണയുള്ള അതേ തുടങ്ങിയ പരിപാടി. അപ്പൊ തേജസ് എന്താ? ഞാൻ വല്ലതും പറഞ്ഞ് മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക്? ഇതെല്ലാം ഇത് മുഴുവനും ഈ പുത്രൻ ഈ പിതാവിൻ്റെ ജീവനിൽ അടങ്ങിയിരിക്കുക. തേജസ് എന്ന് പറയുന്നത് പോലും ഈ പറഞ്ഞ സകല ക്വാളിറ്റി ക്യാരക്ടറാണ് പറയുന്നത്. 10,000 ഞാൻ കരുണകളിൽ 10,000ങ്ങളിൽ ഒരു നീണ്ട ലിസ്റ്റാണ് പറയുന്നത് അവിടെ. 36-ാം വാക്യം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 33 മുതലൊക്കെ വായിക്കുമ്പോൾ എന്താ വായിക്കുന്നത് മുഴുവനും. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതിലേക്ക് എല്ലാം നയിക്കുന്നത് തേജസ്സിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം എത്രത്തോളം ജീവൻ വ്യാപരിക്കുന്നുവോ അത്രത്തോളം അവൻ തേജസ് തന്നെ വാരിപ്പെടുന്നുകൊണ്ടിരിക്കും. കാരണം അവൻ്റെ ക്യാരക്ടർ അവൻ തന്നെയാ. തേജസ്സിനെ കുറിച്ചൊക്കെ പഠിക്കും നമ്മൾ. അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പറയാം, അവൻ മനസ്സറിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കൊന്നു നിന്നു. ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതിന് വലിയ നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ സാധനം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ വേർത്ത് കുളിച്ച് അല്ലേ 2 ദിവസം റെസ്റ്റായിരിക്കും നമുക്ക്. മിണ്ടിയില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഇതുപോലെ ഡെലിവറി ക്ലാസ്സിലൊക്കെ സെക്ഷനൊക്കെ എടുക്കുമ്പോൾ ഇത് രാവിലെ പോലും ഈ ശാസനയും ഒക്കെ രാത്രി 12-1 മണിക്ക് കിടക്കുമ്പോൾ രാവിലെ അവിടെ തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഒരാഴ്ച ഫുൾ റെസ്റ്റാണ്. കാരണം നമ്മുടെ സ്വയം കൂടി ജഡവും കൂടി കയറി പോകാനോടി കൂടിയേ നമ്മളാരാ മക്കള് അല്ലേ? ദൈവ ആത്മാവിൽ തുടങ്ങും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ അറിയാമോ,
നമ്മൾ പതിയെ പതിയെ ജഡവും കൂടി ഫുൾ ജഡത്തിലാകത്തല്ല, ജഡവും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കർത്താവിനൊരു ക്ഷീണമല്ലോ ഒന്നുമില്ല. കാരണം ചെയ്യുന്നത് മുഴുവനും ദൈവജീവനാണെന്ന് സത്യം തിരിച്ചറിയാൻ കഴിയും. കാരണം മുഴുവൻ മഹത്വം ദൈവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒന്നും കർത്താവിനായിട്ട് ഒന്നുമില്ല. കാരണം അറിയാമോ, ഇത് മുഴുവൻ സംഭവിക്കുന്നത് എന്നിൽ തന്ന പിതാവിൻ്റെ ജീവൻ മുഖേനയാണ്. അതാ സത്യം. ഇതൊറ്റ സത്യം അറിയുമ്പോൾ നമുക്ക് താഴ്മ അറിയാതെ വന്നോളും. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? നമ്മുടെ സമയം അതിക്രമിച്ചു. ഞാൻ ഇന്ന് രാവിലെ ഇവിടുത്തെ വെള്ളപ്പൊക്കം പോയി ഞാൻ വിചാരിച്ചു ആരും വരത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും പേര് വന്നു. കർത്താവ് കൃപയാൽ അല്ലേ, എല്ലാം കർത്താവിന് മഹത്വം. നമ്മൾ അടുത്ത ദിവസങ്ങൾ കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നതിനെക്കുറിച്ച് പാട്ട് കയറിയോ? ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന കാര്യം നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കും. ഹല്ലേലൂയ. അത്രയ്ക്ക് പറഞ്ഞ് മനസ്സാവുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് നേരത്തെ വായിച്ചതുപോലെ സുവിശേഷം എന്തിനെഴുതി, ലേഖനം എന്തെഴുതി? ഈ ഒറ്റ കാര്യം മാത്രമാണ്. നമുക്കൊരു സാധനം, നമ്മുടെ അകത്തൊരു വലിയൊരു ബോംബ് അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനും ജീവൻ. ആ ജീവനാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. കാരണം പൈതൃകം എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ വരുന്നത് മുഴുവനും ഇവിടെ നിന്ന് തന്നെയാണ്. അറിയാതെ പിതാവിൽ നിന്ന് നമുക്ക് അല്ലേ, അപ്പന്മാർ നുണ പറയുന്ന അപ്പന്മാരാണെങ്കിൽ മക്കള് അല്ലേ അതിനേക്കാൾ ഉസ്താദുകളായി മാറും. നമുക്കറിയാം എത്രയോ പെന്തക്കോസ് കുളം തന്നെ എടുത്ത് നോക്കി നമുക്കറിയാൻ കഴിയും. അപ്പന്മാർ ചെയ്ത പാപങ്ങൾ അത് തന്നെ മക്കളും വിശ്വാസിയായിട്ട് പോലും മക്കൾ ചെയ്യുന്നുണ്ട്. അതേ പാപം തന്നെ. മദ്യപാനമാകാം, അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ എന്തുമാകാം, ഏതെങ്കിലും നമുക്ക് വിഷയങ്ങൾ അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം പാരമ്പര്യമായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന കാര്യം പൈതൃകം എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചൊക്കെ അതെല്ലാം ഇരിക്കുന്നത് ഈ ജീവനുള്ള ബന്ധത്തിലാണ്. ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി പഠിക്കാൻ പറ്റും. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? കട്ടിയായിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും? ഒന്നും മനസ്സിലായില്ല, പിന്നെ എങ്ങനെ കട്ടിയായിട്ട്? അതാണോ ഉദ്ദേശിച്ചത്? എന്തെങ്കിലും മനസ്സിലായാലേ കട്ടിയാണോ സിമ്പിളാണെന്ന് അറിയതല്ലേ? കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് നിങ്ങൾ വചനം വായിക്കുമ്പോൾ അറിയാതെ ജീവൻ തുടിപ്പ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ബൈബിളൊക്കെ രാവിലെ വായിക്കുമ്പോൾ പ്രകാശമൊക്കെ പൊട്ടും നമുക്കറിയാം. അകത്തേക്ക് വചനത്തിലേക്ക് സ്ഫുടനങ്ങൾ എന്തൊക്കെ പറയില്ലേ, സ്ഫുടര എന്തെങ്കിലും ആവട്ടെ, മലയാളം അറിയാൻ പാടെ. കർത്താവ് നിങ്ങൾ നമുക്ക് ദൈവത്തിനേറ്റിക്കാം. നമുക്കൊരു പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്ന് ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കും. പ്രാണപ്രിയാങ്ങേ ഇങ്ങനെ ഞാൻ വർണ്ണിച്ചിടും. കോടി ദൂതർ പാടി സ്തുതിക്കുമ്പോൾ ഇഴയ്ക്കു നൽകാൻ നിൻ സ്നേഹം മാത്രം. സൗന്ദര്യപൂർണനാം പ്രാണപ്രിയാങ്ങേ എങ്ങനെ ഞാൻ വർണ്ണിച്ചിടും. കോടി ദൂതർ പാടി സ്തുതിക്കുമ്പോൾ ഇഴയ്ക്കു നൽകാൻ നിൻ സ്നേഹം മാത്രം. സൗന്ദര്യപൂർണൻ യേശു, സർവാംഗ സുന്ദരൻ യേശു, എന്നാദി പ്രേമം യേശു, എൻ ജീവകാരണൻ യേശു. സൗന്ദര്യപൂർണൻ യേശു, സർവാംഗ സുന്ദരൻ യേശു, എന്നാദി പ്രേമം യേശു, എൻ ജീവകാരണൻ യേശു. ഉലകതിലാ
അർഹതയില്ലാത്ത എനിക്കു താൻ ഉയർ കൊടുത്തേ. സൗന്ദര്യപൂർണൻ യേശു, സർവാംഗ സുന്ദരൻ യേശു, എന്നാദ്യ പ്രേമം യേശു, എൻ ജീവകാരണൻ യേശു. കാൽവരി ക്രൂശിൽ തിരുനിണമെഴുതിയ പ്രണയകാവ്യം എൻ മനം കവർന്നേ. ജീവിതയാത്രയിൽ പാതകളിൽ നാഥൻ വചന പുഷ്പങ്ങളുമായി കാത്തുനിന്നേ. കാൽവരി ക്രൂശിൽ തിരുനിണമെഴുതിയ പ്രണയകാവ്യം എൻ മനം കവർന്നേ. ജീവിതയാത്ര പാതകളിൽ നാഥൻ വചന പുഷ്പങ്ങളുമായി കാത്തുനിന്നേ. സൗന്ദര്യപൂർണൻ യേശു, അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, സർവാംഗ സുന്ദരൻ യേശു, എന്നാദ്യ പ്രേമം, എന്നാദ്യ പ്രേമം യേശു, നമുക്കൊരൊറ്റ പ്രേമമേ ഉള്ളൂ, അവനോട് എൻ മാത്രമാണ്. ജീവകാരണൻ യേശു, നിത്യതയോളം സ്നേഹിച്ചിടാമെന്നേ. നിത്യ
നമുക്ക് എല്ലാവർക്കും തലമുണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തെ നല്ല പിതാവേ, ഇന്ന് ദൈവദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച ആ വലിയ കൃപ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു നേക നിമിത്തം അധികമായി ജീവനിൽ വാഴുമെന്ന വാഗ്ദത്ത വചനം കർത്താവേ, അടിയങ്ങൾ ജീവിതം നിവർത്തിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവനിൽ നിറഞ്ഞവരായി, ജീവനിൽ വാഴുന്നവരായി, ജീവൻ ഞങ്ങളിൽ നിന്നും ഒഴുകുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് കൃപയാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ആ നിത്യ ജീവനിൽ വാഴുവാൻ തക്കവണ്ണം, ആ നിത്യതയോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം, ആ നിത്യ ദർശനം അടിയങ്ങൾ നിറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ സമാധാന ദൈവമേ, അടിയങ്ങളെ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം എല്ലാ നന്മയിലെയും ദാസ്ഥാനപ്പെടുത്തി അങ്ങയ്ക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളിൽ നിവർത്തിക്കുമാറാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ പ്രാർത്ഥന നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം നടക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന് വരോവരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.